ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകലും ഇന്ന് രാത്രിയും നമ്മുടെ മധ്യത്തിലെ ദൈവജന സൃഷ്ടിക്കാരുടെ കണ്ണു നിന്നിരിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് വന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിന്നി ജോണാണ്. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസനെ ദൈവം വളരെ ശക്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇടയായി. വൈകുന്നേരത്തെ സെഷനിൽ നമ്മുടെ മുമ്പിൽ സമയം വളരെ പരിമിതമാണല്ലോ. തുടർന്നുള്ള സമയം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. കാൽവറി ക്രൂശിൽ എനിക്കായി മരിച്ച കർത്തനേ, കാൽവറി ക്രൂശിൽ എനിക്കായി മരിച്ച കർത്തനേ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളു യേശു പരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളു യേശു പരാ, ഞാനെന്തുള്ളു 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 യേശു പരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശു പരാ, ഞാനെന്തുള്ളു 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 യേശു പരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശു പരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളു യേശു പരാ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ഈ രാത്രിയിലും സമർപ്പണത്തോടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളു യേശു പരാ, ഇത്രയേറെ എന്നെ കരുതുവാൻ ഞാൻ എന്തുള്ളു കർത്താവേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളു നിന്റെ സന്നിധിയിൽ. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത, അവൻ്റെ കരുതൽ, അവൻ്റെ കനിവ്, അവൻ്റെ ദയ, അവൻ്റെ കൃപ ഈ രാത്രിയിലും നിന്റെ സന്നിധിയിൽ അടുപ്പിക്കുവാൻ ദൈവത്തിന് തോന്നിയ മനസ്സലിവിനായി കരങ്ങളെ ഉയർത്തി അല്പസമയങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. കരങ്ങളെ ഉയർത്തി ശബ്ദം ഉയർത്തി അല്പസമയങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. റാംദൽ ഭൗഡവം വൈഷസി ഹരാധനാദിയ ഉടജന വൽഖരേ വൈഷസി രഗധനാദന. ഓ വിശക്കുന്നവരെ നന്മകൾ നിറയ്ക്കുന്ന കർത്താവ്, സമ്പന്നന്മാരെ വെറുതെ അയച്ച് കളയുന്നവൻ, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നവൻ, നിഗളികളോട് എതിർത്തു നിൽക്കുന്നവൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. അവന്റെ മഹത്വത്തിന്റെ ശക്തിക്കൊത്തവണ്ണം അവൻ ആരാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് അവന്റെ ശക്തിക്കൊത്തവണ്ണം അവന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം ഓ ഇന്ന് രാത്രിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ റാംദൽ ഭൗഡ ശഖദനാതിയാസി ഒരുമിച്ച് തന്ന കൃപയ്ക്കായി നന്ദി. ഒരുമിച്ച് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് രാത്രിയിലും കടന്നു വന്നിരിക്കുന്ന ബഹുമാനരായ കർത്തൃദാസന്മാർ, ദൈവജനം, എന്നെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച ഈ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവരെയും ക്രിസ്തീശുവിന്റെ നാമത്തിൽ നിങ്ങളോടുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഈ പകലും രാത്രിയിലുമായി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിപ്പാൻ പ്രസാദം തോന്നി. ദൈവശബ്ദം ഒരു ദിവസം കൂടെ നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നതിനും നിത്യതയ്ക്കായി ഒരുക്കുന്നതിനും മുഖാന്തരമാക്കുവാൻ കർത്താവിന് നമ്മളോട് തോന്നിയ കരുതലും വിശ്വസ്തതയും വലുതാണ്. ഇന്ന് രാത്രിയിലും അത് പ്രാപിപ്പാൻ ഈ പട്ടണത്തിൻ്റെ നടുവിൽ കർത്താവ് നമ്മളെ ഒരുക്കി. അതിനായി സ്തോത്രം ചെയ്യുന്നു.
ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ പകലിൽ എടുത്ത ദൈവവചന ഭാഗത്തേക്ക് ഇന്ന് രാത്രിയിലും അല്പസമയങ്ങൾ ആത്മാവിൽ സഞ്ചരിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നമുക്കൊരുമിച്ച് ആശ്രയിക്കാം. 2 ദൈവിക വചന തിരുവെടുത്തിൻ ഭാഗങ്ങളാണ് വായിക്കുവാനിടയായത്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങൾ, യോവേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായം 28-ാമത്തെ വാക്യം, ജോൺ ചാപ്റ്റർ 21 വേഴ്സ് 15 to 17, യോവേൽ ചാപ്റ്റർ 2 വേഴ്സ് 28. 2 വേദഭാഗങ്ങൾ 2 പേർ ശബ്ദം ഉയർത്തി വായിക്കാം. ഈ പകലും രാത്രിയിലുമായി വായിക്കപ്പെട്ട ദൈവവചന ഭാഗത്ത് 2 ചിന്തകൾ, 2 വെളിപ്പാടുകളാണ് എൻ്റെ ഹൃദയത്തിനകത്ത് ഉദിക്കപ്പെട്ടത്. 1 ആന്തരികമായ തകർച്ച, 2 ആത്മാവിൻ്റെ പകർച്ച. 2 ദൈവവചന ഭാഗങ്ങളിൽ വളരെ ആത്മീക ബന്ധമുണ്ട്. ആന്തരികമാകുന്ന തകർച്ചയോട് കൂടെ വെളിപ്പെട്ടു വരേണ്ട അല്ലെങ്കിൽ വെളിപ്പെട്ടു വരുന്ന ആത്മാവിൻ്റെ പകർച്ച എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവിക ചിന്ത കഴിഞ്ഞ പകലിൽ അതിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം ഒന്ന് സ്പർശിച്ച് നിൽക്കുവാൻ അവന് സാധിച്ചു. രാത്രിയിലും സമയങ്ങൾ പരിമിതമാണ്. വേഗത്തിൽ മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയും ആശ്രയിക്കുകയും ചെയ്യുക. നിങ്ങളെക്കാൾ കൂടുതൽ ക്ഷീണവും നിങ്ങളെക്കാൾ കൂടുതൽ ദിവസവും യാത്ര ചെയ്യുകയും സ്ഥിരം പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് 5 മിനിറ്റ് മുൻപോട്ട് പോയാൽ എനിക്കാണ് ദേഷ്യം വരേണ്ടത്, നിങ്ങൾക്കല്ല. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ ആയിരിക്കുക. എത്രയും നേരം മീറ്റ് നിർത്തി എൻ്റെ വീട്ടിൽ ചെന്നാൽ അനുഗ്രഹിക്കപ്പെട്ട ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്നാൽ അത്രയ്ക്ക് അനുഗ്രഹമാണ്. എല്ലാ ദിവസവും പിള്ളേർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നെ ഒന്ന് കാണും, പിന്നെ രാത്രി ചെല്ലുമ്പോൾ അവർ ഉറങ്ങും. അങ്ങനെയുള്ള സിസ്റ്റം കൂടെ കടന്നു പോകുന്നത്. എങ്കിലും അതിനൊക്കെ ഞാൻ സമയങ്ങൾ കണ്ടെത്താറുണ്ട്. നാളെ രാവിലെ അടുത്ത ശുശ്രൂഷയ്ക്കായി കടന്നു പോകണം. ഞാൻ പറഞ്ഞതിന് താല്പര്യം 10 മിനിറ്റ് മുമ്പോട്ട് പോയാലും ആരുടെയും മുഖത്ത് തേനീച്ച കുത്തരുത്. വളരെ പ്രാർത്ഥനയോടെയും ദൈവാശ്രയത്തോടെയും ഇരിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം എന്ന് പറയുന്ന ഒരു അധ്യായം സുവിശേഷത്തിൽ വേണ്ടിയിരുന്നോ എന്ന് ഞാൻ ചിന്തിക്കാതിരുന്നില്ല. കാരണം മറ്റുള്ള 3 സുവിശേഷങ്ങളും അവസാനിക്കപ്പെടുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടു കൂടെ മറ്റെല്ലാ ശുശ്രൂഷകളും മറ്റെല്ലാ സുവിശേഷങ്ങളിലെയും അധ്യായങ്ങൾ അവസാനിക്കുകയാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം യേശു കർത്താവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം എന്നിവ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു അതിയപ്പറ്റുപോലെ ഒരു 21-ാം അധ്യായം കൂടെ അതിനകത്ത് കൂട്ടിച്ചേർത്തപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചു, അതിൻ്റെ ആവശ്യമുണ്ടായോ? മത്തായിയെ പോലെ, യൂക്കോസിനെ പോലെ, മർക്കോസിനെ പോലെ യേശുവിൻ്റെ ക്രൂശീകരണത്തോടെ ഉയർപ്പിനോടെ കാര്യങ്ങൾ തീർത്താൽ പോരായിരുന്നോ? എന്നാൽ യോഹന്നാൻ 21 വളരെ പ്രാധാന്യമുള്ളതാണെന്ന് തിരുവെഴുത്തുകൾ ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി. യോഹന്നാൻ 21-ന്റെ ആഴത്തിലുള്ള ദൈവശബ്ദത്തെക്കുറിച്ച് ഞാൻ വിചിന്തനം ചെയ്തപ്പോൾ അതിനകത്ത് യേശു കർത്താവ് പ്രത്യേകമായി ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ശ്രദ്ധിച്ച ഒരു മനുഷ്യൻ ശീമോൻ പത്രോസാണ്. എൻ്റെ ചിന്ത യോഹന്നാൻ 21-ാം അധ്യായം അതിനകത്ത് എഴുതിയത് എൻ്റെ പൂർണ്ണ വിശ്വാസം ഈ മനുഷ്യന് വേണ്ടിയാ. യോഹന്നാൻ 21-മായി ബന്ധപ്പെടുന്ന ദൈവപ്രവൃത്തി കർത്താവ് ചെയ്തത് അവന് വേണ്ടി മാത്രമായിരുന്നു. അങ്ങനെയെങ്കിലും ഇന്ന് രാത്രിയിലും ഈ ദൈവശബ്ദം ഒരാൾക്കെങ്കിലും കുറഞ്ഞത് പ്രയോജനവും അനുഗ്രഹവുമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യോഹന്നാൻ 21-ന്റെ ചിന്തകളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ 15, 16, 17 3 വാക്യങ്ങൾ, 3 വാക്യങ്ങളെ 2 ഭാഗമായി തിരിച്ചു. 1, യേശു കർത്താവ് ശീമോൻ പത്രോസിനോട് സംസാരിക്കുന്നു. 2, ശീമോൻ പത്രോസ് യേശുവിനോട് പ്രതികരിക്കുന്നു. യേശുവിൻ്റെ സംസാരം, ശീമോൻ പത്രോസിന്റെ പ്രതികരണം. അതിനകത്ത് ശീമോൻ പത്രോസിന്റെ പ്രതികരണത്തെ 2 ഭാഗമായി തിരിച്ചു. 1, ബാഹ്യമായ പ്രതികരണം, ആന്തരികമായ പ്രതികരണം. 15, 16 വാക്യത്തിൽ യേശു കർത്താവ് സംസാരിക്കുമ്പോൾ ശീമോൻ പത്രോസ് ബാഹ്യമായി
പ്രതികരിക്കുന്നു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇതിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയം ഉണ്ട്. യേശു ചോദിക്കുന്നു, നീ സ്നേഹിക്കുന്നോ എന്ന്. പത്രോസ് പറയുന്നു, പ്രിയം ഉണ്ടെന്ന. സ്നേഹിക്കുന്നോ എന്ന വാക്കിന്റെ മൂലഭാഷയിൽ പഠിക്കുമ്പോൾ മനസ്സിലാകും, അഗപ്പെ എന്നൊരു ഭാഗം അവിടെ. പ്രിയമുണ്ട് എന്ന് പത്രോസിന്റെ മറുപടി അഗപ്പയല്ല, ഫിലിയോ എന്ന ഭാഗമാണ്. അഗപ്പെ എന്ന് പറയുന്നത് ദൈവസ്നേഹം, ഫിലിയോ മാനുഷിക സ്നേഹം. അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല. യേശു ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് മറുപടി പറയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. രണ്ടാമതും യേശു ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? രണ്ടാമതും പത്രോസ് മറുപടി പറയുന്നു, എനിക്ക് നിന്നോട് പ്രിയം ഉണ്ട്. മൂന്നാമത് യേശു ചോദിക്കുന്നത്, യോഹന്നാന്റെ പുത്രനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നവനല്ല. നിന്റെ പ്രതികരണം തന്നെ ഞാൻ അങ്ങ് എടുക്കുക. ഇനി നിനക്ക് കുറഞ്ഞത് എന്നോട് പ്രിയമെങ്കിലും ഉണ്ടോ? പ്രിയമെങ്കിലും നിനക്ക് എന്നോടുണ്ടോ? അകപ്പയില്ലെന്നുള്ള കാര്യം വ്യക്തമായി. ഇനി ഫിലിയോയെങ്കിലും നിനക്കുണ്ടോ? പ്രിയം നിനക്കുണ്ടോ? എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കുകയാൽ പത്രോസ് ദുഃഖിച്ചു. ആദ്യത്തെ രണ്ടു വാക്യത്തിലും ഇല്ലാത്ത ഒരു വാക്കാ മൂന്നാം വാക്യത്തിൽ കണ്ടത്. പത്രോസ് ദുഃഖിച്ചു. ലളിതമായി മറ്റ് ഭാഷാന്തരങ്ങളിൽ, ട്രാൻസ്ലേഷനുകളിൽ ആ വാക്കിന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പദം മലയാള ഭാഷയിൽ നിന്ന് കുറച്ചുകൂടെ അർത്ഥവത്തുള്ളതായിരുന്നു. പത്രോസ് ദുഃഖിച്ചു എന്നതിന് ചില ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്നത് പീറ്റർ വാസ് ഡീപ്ലി ഹർട്ട്. ആഴമായ ഒരു മുറിവ്, ആഴമായ ഒരു തകർച്ച അവന്റെ ഉള്ളന്തർഭാഗങ്ങളിൽ ഉടലെടുത്തു, വെളിപ്പെട്ടു എന്ന ആ തിരുവെഴുത്തിൽ കൂടെ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ രണ്ട് ഭാഗങ്ങളിൽ ബാഹ്യമായി പ്രതികരിച്ച ശീമോൻ പത്രോസ്, ഉവ്വ് എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, ബാഹ്യ പ്രതികരണം. നാവ് ചലിക്കുന്നു, വാ ചലിക്കുന്നു, കൈ ചലിക്കുന്നു, ബാഹ്യമായ പ്രതികരണം. എന്നാൽ മൂന്നാമത്തെ വാക്യത്തിൽ ബാഹ്യ പ്രതികരണമല്ല കാണുന്നത്, ആന്തരിക തകർച്ചയാണ്. യേശു നാലാമത് ചോദിക്കുന്നില്ല, നിനക്കെന്നോട് സ്നേഹമുണ്ടോ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് യേശു നാലാമത് ചോദിച്ചില്ല. ഞാൻ എങ്ങനെയാ ചിന്തിച്ചത് ചോദിക്കാത്തതിന്റെ കാരണവും കർത്താവ് ആഗ്രഹിച്ച പ്രതികരണം ശീമോന്റെ ഭാഗത്തു നിന്നുണ്ടായി. യേശു ആഗ്രഹിച്ച പ്രതികരണം ബാഹ്യമായിരുന്നെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിൽ യേശു നിർത്തിയേനെ. യേശു ആഗ്രഹിച്ച പ്രതികരണം ബാഹ്യമായിരുന്നെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിൽ യേശു നിർത്തിയേനെ. എന്നാൽ കർത്താവ് ആഗ്രഹിച്ച പ്രതികരണം ബാഹ്യ പ്രതികരണം എന്നതിനേക്കാൾ കൂടുതൽ അവന്റെ അകത്ത് നടക്കുന്ന ഒരു സ്പർശനം. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദം. യേശു അവനോട് സംസാരിച്ച അവൻ ദൈവത്തിന്റെ ശബ്ദം, കർത്താവിന്റെ ശബ്ദം, കർത്താവിന്റെ സ്വരം അവന്റെ ഉള്ളന്തർഭാഗങ്ങളിൽ ചില പ്രവൃത്തികൾ, ചില ചലനങ്ങൾ, ഒരു അനുതാപം, ഒരു തകർച്ച, ഒരു ദുഃഖത്തെ ഉളവാക്കുന്ന ഭാഗത്തിലാണ് ആ മൂന്നാമത്തെ വാക്യം അവസാനിക്കുന്നത്. അപ്പോൾ ബാഹ്യമായ പ്രതികരണങ്ങളെക്കാൾ അപ്പുറമായി കർത്താവ് ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതുമായ ഒന്നുണ്ട്, ആന്തരിക തകർച്ച. പെന്തക്കോസ്തിന് നഷ്ടപ്പെട്ടത് എന്താ? ഇതാ നഷ്ടപ്പെട്ടെ. കയ്യടി ഉണ്ടോ? ഉണ്ട്. അന്യഭാഷയോ? ഉണ്ട്. ആരാധനയോ? ഉണ്ട്. അതൊക്കെ വിവിധ രീതിയിൽ, വിവിധ രൂപത്തിൽ, വിവിധ ഭാവത്തിൽ നമ്മൾ നിന്ന് വെളിപ്പെട്ട് വരും. ഞാനിവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചിന്തിക്കാനിടയായി തീർന്നു. ഇവിടെ ദേവദാസരുടെ പാട്ടൊക്കെ എടുത്ത് പാടിയപ്പോൾ നമ്മുടെ ആ പാട്ടും പ്രതികരണമൊക്കെ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ ദേവദാസന്റെ സ്ഥാനത്ത് നല്ല രീതിയിൽ കീബോർഡ് വായിക്കുകയും വർഷിപ്പ് ലീഡ് ചെയ്യുകയും ചെയ്യുന്ന ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നെങ്കിൽ സംഭവം ഇവിടെ അങ്ങ് ഇളവിയേനെ എന്ന് ഞാൻ ചിന്തിച്ചു. അതുകൊണ്ടൊക്കെ തന്നെ ഇന്ന് വർഷിപ്പേഴ്സ് ഇല്ലാതെ, അല്ലെങ്കിൽ വർഷിപ്പ് ലീഡ് ചെയ്യുന്നവരൊന്നും ഇല്ലാത്ത ആരാധനകളൊന്നും ഇന്ന് പെന്തക്കോസ്തിന് സ്വപ്നം കാണാൻ കഴിയത്തില്ല. കാര്യം അവരെ ആരാധിക്കുകയല്ലോ, നമ്മളെ ആരാധിപ്പിക്കുകയാണല്ലോ, അല്ലേ? ഇന്ന് അങ്ങനെ ഒരു പുതിയ ശുശ്രൂഷ വന്നു, ആരാധിപ്പിക്കുക. അതുകൊണ്ട് 21 സുവാസ പ്രാർത്ഥന വെച്ചാൽ 21 ടീമുകളാ. എന്തിനാ 21 ടീം? ജനത്തെ ആരാധിപ്പിക്കണ്ടേ? ആർക്ക് വേണ്ടി? പ്രൈസ് ഗോഡ്. അങ്ങനെ ഒരു സമ്പ്രദായം പുസ്തകത്തിലില്ല. ആരാധിപ്പിക്കാൻ ഒരു സമ്പ്രദായം പുസ്തകത്തിലില്ല. ആരാധിപ്പിക്കാൻ ദൈവം ആരെ അഭിഷേകം ചെയ്തിട്ടുമില്ല. ആരാധിപ്പിക്കുകയല്ല, ആരാധിക്കുക ചെയ്യുന്നത്. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ
ഈ ആരാധിപ്പിക്കുകയും പ്രൈസ്തലോട് പറയിപ്പിക്കുകയും സ്വോത്രം പറയിപ്പിക്കുകയും ചെയ്യുന്ന സിസ്റ്റവും ശൈലിയും ഒക്കെ ഒരുപാട് മാക്സിമം കുറച്ച് ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇച്ചിരി ബുദ്ധിമുട്ട് വരും, ഡ്രൈനസ് ഒക്കെ വരുമെന്ന് എനിക്കറിയാം. എങ്കിലും അത് മാക്സിമം കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇടയ്ക്ക് ചിലരുടെ ഇരിപ്പും ചിലരുടെ ഉറക്കവും തൂങ്ങലും ഇങ്ങോട്ടോ ഭാഷ എന്നൊക്കെയുള്ള വിളിയും കാണുമ്പോൾ ചിലപ്പം അറിയാതെ അങ്ങ് സ്വോത്രം പറയിപ്പിക്കുകയും ഗ്ലോറി പറയിപ്പിക്കുകയും കാല് വയ്യെങ്കിലും ഇത് ചവിട്ടി പൊട്ടിക്കാനൊക്കെ നോക്കിയൊക്കെ ചെയ്യും. അതൊക്കെ സ്വാഭാവികമാണ്. അതൊന്നും വലിയ ഗുണമുണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അവൻ നല്ല മനസ്സോടെ നല്ലൊരു സ്വോത്രം പറയാൻ നിനക്ക് കഴിഞ്ഞാൽ, നന്നായി ഒന്ന് ആരാധിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, നല്ല നിലയിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞാൽ അതിന്ന് രാത്രിയിൽ അനുഗ്രഹമായിരിക്കും. അപ്പോൾ ബാഹ്യമായ പ്രതികരണം, ബാഹ്യമായ ആരാധന, ബാഹ്യമായ പ്രവർത്തികൾ ഇന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഞാൻ പകൽ ഓർപ്പിച്ചല്ലോ, ബാഹ്യമായ പ്രതികരണം വേണ്ടെന്നല്ല അതിനർത്ഥം. ബാഹ്യമായ പ്രതികരണത്തോട് കൂടെ ആന്തരികമായ തകർച്ചയും നടക്കണം. ഇത് നടക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ടോ വിടുതല, ഇത് നടക്കാത്തൊരു മീറ്റിംഗ് ഉണ്ടോ വെറുതെ തുള്ളിയിട്ട് പോകാമല്ലാതെ അതിനപ്പുറമായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഞാനിങ്ങനെ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അവൻ എന്തിനാ വെറുതെ ഈ ജഡത്തെ ഇങ്ങനെ ഇളക്കിപ്പിച്ച് കുറെ വേർപ്പ് പോക്കിച്ചിട്ട് എന്ത് കാര്യമാ? ഒരർത്ഥത്തിൽ പറഞ്ഞ വലിയ ഗുണമൊന്നും അതിൽ നിന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ജനം ഇളക്കിക്കോ, കൈയടിച്ചോ, അന്യഭാഷ പറഞ്ഞോ, ആരാധിച്ചോ, നിങ്ങൾ ചിന്തിക്കരുത് ബ്രദറൻ ടീച്ചിങ്ങുള്ള ഉപദേശിയാ പ്രസംഗിക്കുന്നതെന്ന്. പരിശുദ്ധാത്മാവും അഭിഷേകവും കൃപാവരവും ഒന്നും ഇല്ലാത്ത ഒരാളാ പ്രസംഗിക്കുന്നത് ചിന്തിക്കണ്ട. പുസ്തകം വായിച്ചപ്പോൾ ചില കാര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചതുകൊണ്ടാ ശുശ്രൂഷ ശൈലിക്ക് മാറ്റം വരുത്തിയത്. ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ ഒരു പോഷനെ പോലെ ദൈവത്തെ ആരാധിക്കും. അതിന് യാതൊരു മടിയും കാണത്തില്ല, സ്ഥലപരിമിതി ഒന്നും നോക്കത്തില്ല. തുള്ളണോ തുള്ളു, ചാടണോ ചാടും. കർത്താവിനെ ഏതു നിലയിൽ ആരാധിക്കാൻ എനിക്ക് എൻ്റെ അന്തർഭാഗത്തിൽ ദൈവം ബോധം തരുന്നോ അത് പരിജ്ഞാനത്തോടെ ഞാൻ ചെയ്യും. അതിന് യാതൊരു കുറവും വരുത്തത്തില്ല. പക്ഷേ കുറെ എൻ്റെ ജഡം മാത്രം ഇളക്കിയത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടാമെന്ന് ചിന്തിക്കുന്ന ഇന്നത്തെ പുതിയ ആധുനിക തലമുറകളുടെ നടുവിൽ, പുതിയ ഉപദേശങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ ദൈവജനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവൻ അതിനോട് കൂടെ ഒരാന്തരിക തകർച്ച നിനക്കുണ്ടാത്തിടത്തോളം കാലം കർത്താവിനതിൽ പ്രസാദമില്ല. ഇന്ന് രാത്രിയിൽ തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആന്തരികമായ തകർച്ച, അനുതാപം, ദുഃഖം പത്രോസിന്റെ ശീമോന്റെ ഉള്ളന്തർഭാഗത്തിൽ ഉടലെടുത്തത് എന്തുകൊണ്ടോ എന്ന് വേഗത്തിൽ ചില സമയചുരുക്കത്തിൽ വേഗത്തിൽ ചില ചിന്തകൾ കഴിഞ്ഞ പകലിൽ ഞാൻ പറഞ്ഞു വിട്ടു. അത് യോഹന്നാൻ 1:40 മുതലുള്ള ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. യോഹന്നാൻ 21 അധ്യായവുമായി ബന്ധപ്പെടുന്ന പശ്ചാത്തലത്തിൽ നിന്ന് ഏകദേശം 3.5 വർഷങ്ങൾ പുറകിലോട്ട് ഇറങ്ങിയുള്ള ഭാഗമാണ്. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്ന ഭാഗം. ശീമോനെ യേശു കർത്താവ് നോക്കി അവനെ ആത്മാവിൽ വിവേചിച്ച് അവനോട് സംസാരിക്കുന്ന ഭാഗം. അവരോട് എന്താ സംസാരിച്ചത്? നീ യോഹന്നാന്റെ പുത്രനായ ശീമോൻ ആകുന്നു, നിനക്ക് കേഫ എന്നു പേരാകും. ആ ശബ്ദത്തിൽ 2 ചിന്തകളുണ്ട്. യേശു പറയുന്നു, 1, ഇപ്പോൾ നീ ആരാണ്. 2, നാളെ നീ ആരാകും. നീ ഇപ്പോൾ ആരാ? യോഹന്നാന്റെ പുത്രനായ ശീമോൻ. ഉറപ്പില്ലാത്തവൻ, സ്ഥിരതയില്ലാത്തവൻ, കാറ്റിന്റെ ചലനങ്ങൾക്കും ഗതിഭേദത്തിനും അനുസരിച്ച് ആടുന്ന ഞാങ്ങണയുടെ സ്വഭാവ സവിശേഷതയോടെ കൂടിയവനത്രേ നീ. ഇപ്പോൾ നീ യോഹന്നാന്റെ മകനായ ശീമോൻ ആകുന്നു. നീ ആരാകും? നീ കേഫയാകും. കേഫ എന്ന വാക്കിന്റെ അർത്ഥം പെട്രോസ്, പാറയല്ല, പാറ കഷണം. അത് പത്രോസ് എന്ന് ആകുന്നു. യേശു പറയുന്നു, ഇപ്പോ നീ ആരാ? ഇപ്പോ നീ ആരാ? അത് നീ തിരിച്ചറി. അത് ശരിക്കും തിരിച്ചറിഞ്ഞാൽ നാളെ നീ ആകേണ്ടത് എന്തോ അത് നീ ആകും നിശ്ചയം. ദൂത് മനസ്സിലായോ? വാഗ്ദത്തമുണ്ട്, വാഗ്ദത്തമുണ്ട്, വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, നിവർത്തിക്കാൻ ശക്തൻ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആശ്വസിച്ച് മാത്രം മുമ്പോട്ട് പോയി പെന്തക്കോസുകാരി നിവർത്തീകരണത്തിലേക്ക് എത്താതെ നിരാശപ്പെട്ടു പോകാതിരിക്കാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് പറയുന്നു, നീ ആകേണ്ടത് ആകണമെങ്കിൽ ഇപ്പോൾ നീ ആരാണെന്ന് തിരിച്ചറിയണം.
ഇപ്പോൾ ഞാൻ ആരാണെന്ന് തിരിച്ചറിയണം. 2015 10ാമത്തെ മാസം ആമേൻ 9ാമത്തെ തീയതിയിൽ ഈ 7:45 ഇവിടെ പ്രസംഗിക്കുന്ന പാസ്റ്റർ ബിന്നി ജോൺ ആരാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നതാ നാളെ ഞാൻ ആരാകാൻ പോകുന്നു എന്നതിന്റെ റൂട്ട്. അവിടെ നിൽക്കാൻ സമയമില്ല. അവിടെ നിന്ന് ഏകദേശം 3.5 വർഷം കഴിഞ്ഞിട്ട് യോഹന്നാൻ 21 യേശു സീമോനോട് സംസാരിക്കുമ്പോഴും അവനെ ആഹ്വാനം ചെയ്യുന്ന ആഹ്വാനം, അവനെ വിളിക്കുന്ന വിളി നിങ്ങൾ ശ്രദ്ധിക്കുക. യോഹന്നാന്റെ മകനായ ശിമോനെ. അത്ഭുതപ്പെട്ടു പോയി. 3.5 വർഷത്തിന് മുമ്പ് യേശു കർത്താവ് അവനെ വിളിച്ച അതേ വിളി, 3.5 വർഷം കഴിഞ്ഞും യേശു അവനെ വിളിക്കുകയാ, യോഹന്നാന്റെ മകനായ ശിമോനെ. ആത്മീക ജീവിതത്തിൽ യേശുവുമായുള്ള ബന്ധത്തിൽ 3.5 വർഷത്തെ തഴക്കവും പറയുവാനുള്ളവൻ. മറ്റുള്ള ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായി കോളർ പിടിക്കത്തക്ക രീതിയിൽ ഒരുപാട് വീരകൃത്യങ്ങളുടെ പഴങ്കഥകൾ പറയുവാൻ കഴിയുന്നവൻ. എന്തൊക്കെ കാര്യങ്ങളാ? വെള്ളത്തിന്റെ പുറത്തുകൂടെ നടന്നവൻ, അവൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയവൻ, മരുഭൂമിയിൽ മഹത്വം കണ്ടവൻ, എന്ന് തുടങ്ങി ഒരുപാട് വീരകൃത്യങ്ങളുടെ പഴങ്കഥകൾ പറയാനുള്ളവൻ. സമൂഹത്തിന്റെ ദൃഷ്ടിയിൽ ശിഷ്യന്മാരിൽ ഒന്നാമൻ, ദേശത്തിന്റെ ദൃഷ്ടിയിൽ പ്രധാനി, വ്യത്യസ്തമായിട്ടുള്ളവൻ. എന്നാൽ ഇവനെ നോക്കി യേശു പറയുക, നീ ഇപ്പോഴും യോഹന്നാന്റെ പുത്രനായ ശിമോന. പാരമ്പര്യം പറഞ്ഞ കാര്യമുണ്ടോ? പഴക്കം പറഞ്ഞ കാര്യമുണ്ടോ? 10 വർഷത്തിന് മുമ്പുള്ള വീരകൃത്യങ്ങൾ വിവരിച്ചതുകൊണ്ട് എന്തർത്ഥമാ? കേട്ടിരിക്കുന്നവരെ ഞെട്ടിക്കാം, അതിനപ്പുറമായിട്ടൊന്നുമില്ല. കേട്ടിരിക്കുന്നവരെ ഞെട്ടിക്കുന്ന വീരകൃത്യങ്ങൾ പറയുന്ന ശീമോനെ നോക്കി യേശു പറയുന്നു, സമൂഹത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നാമനായവനെ, സഭയുടെ ദൃഷ്ടിയിൽ ഒന്നാമനായവനെ, ദേശത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നാമനായവനെ, എന്റെ ദൃഷ്ടിയിൽ നീ ആരാ? യോഹന്നാന്റെ മകനായ ശിമോന. അവന്റെ ഉള്ളന്തർഭാഗത്തിൽ മുറിവ്, അവന്റെ ഉള്ളന്തർഭാഗത്തിൽ തകർച്ച, അവന്റെ ഉള്ളന്തർഭാഗത്തിൽ നുറുക്കം സംഭവിച്ചതിന്റെ ഒന്നാമത്തെ ശബ്ദമത, കർത്താവേ 3.5 വർഷത്തെ പരിചയം പറയാനുള്ള എനിക്ക്, ഒരുപാട് വീരകൃത്യങ്ങളുടെ പഴങ്കഥകൾ പറയാനുള്ള എനിക്ക്, നിന്റെ ദൃഷ്ടിയിൽ ഞാൻ ഒന്നുമല്ലല്ലോ, ഞാൻ ഇന്നും യോഹന്നാന്റെ മകനായ ശിമോനാണല്ലോ എന്നുള്ള ഒരു ദൈവിക ചിന്ത അവന്റെ ഉള്ളന്തർഭാഗത്തെ തകർത്തു. അവന്റെ ഹൃദയത്തിനകത്ത് തകർച്ച വന്ന രണ്ടാമത്തെ ദൂത്, യോഹന്നാന്റെ മകനായി ശിമോനായി ഇവൻ ജീവിക്കുമ്പോഴും യേശു ഇവന് പ്രത്യക്ഷനായി. യേശു ഇവനോട് സംസാരിച്ചു. അടുത്തത്, രാത്രി മുഴുവനും വലവീശിയിട്ടൊന്നും കിട്ടാതെ നിരാശരായി മിക്കുന്ന ശിഷ്യന്മാരുൾപ്പെടുന്ന പത്രോസ് ഉൾപ്പെടുന്ന ശിഷ്യഗണത്തിന് വലതുഭാഗത്ത് വലവീശുക, എമ്മാൾ മത്സ്യം കിട്ടുമെന്ന് പറഞ്ഞ അരുവനാഥന്റെ വാക്ക് കേട്ടു വലവീശി 183 വലിയ മത്സ്യങ്ങൾ പടകിനകത്ത് വരത്തക്ക നിലകളിൽ, ഭൗതികമായ മേഖലകളിൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു പത്രോസ്. ഒന്ന് ശ്രദ്ധിക്കണേ, യോഹന്നാൻ 21-ാം അധ്യായത്തിൽ ശീമോൻ പത്രോസ് ഉൾപ്പെടുന്ന ശിഷ്യഗണത്തിന് മത്സ്യം കിട്ടി. അവരുടെ അധ്വാനം കൊണ്ട് കിട്ടിയതാണോ? പിശാച് കൊടുത്തതാണോ? പിന്നെ ആരാ കൊടുത്തേ? സമ്മതിച്ചോ? യേശു കൊടുത്തതാ. ഇനി കേട്ടെ, യോഹന്നാന്റെ മകനായി ശീമോനായിരിക്കുമ്പോഴും കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ളൊരു കേഫയായി ഇപ്പോഴും ആരും മാറിയിട്ടില്ല. യോഹന്നാന്റെ മകനായി ശീമോനായിരിക്കുമ്പോഴും യേശു അവന് എന്തു കൊടുത്തു? പറഞ്ഞേ. താണ്ടേ, മീൻ കിട്ടുന്നത് വിശുദ്ധിയും, മീൻ കിട്ടുന്നത് ആത്മീകവും, മീൻ കിട്ടുന്നത് അനുഗ്രഹത്തിന്റെ അളവുകോലുമായി ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ആധുനിക ഉപദേശത്തിന് നടുവിൽ
ഇന്ന് രാത്രിയിൽ ദൈവവചനത്തെ മുമ്പിൽ നിർത്തി ആത്മാവിൽ ഞാൻ പറയാം, യോഹന്നാന്റെ മകനായി ശീമോനായി ജീവിച്ചാലും മീൻ കിട്ടുവച്ച. മനസ്സിലായോ? ആത്മികനാണോ അല്ല, ജഡീകനാണോ അല്ല, പ്രാകൃതനാണോ അല്ല, പകലോർപ്പിച്ചു. ശീമോൻ ആരാണ്? വിശ്വാസിയാണോ അല്ല, അവിശ്വാസിയാണോ അതുമല്ല, ഭക്തനാണോ അല്ല, അഭക്തനാണോ അതുമല്ല, അവിടെയുമല്ല ഇവിടെയുമല്ലാത്ത, സ്ഥിരതയില്ലാത്ത ജീവിത ശൈലി പുലർത്തുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ പിശാചിന്റെ കരങ്ങളിലെ രഹസ്യ ആയുധമായി പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ശീമോൻ കേഫയായിട്ടല്ല യേശു മീൻ കൊടുത്ത. കർത്താവ് പറഞ്ഞോ, നിന്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിൽ എനിക്ക് നിന്നെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നീ പോയി ഒരു 40 ദിവസം ഉപവസിച്ചിട്ട് നിന്റെ ശീമോന്റെ കുപ്പായൊക്കെ ഒന്ന് അഴിച്ചു കളഞ്ഞ് നീ കേഫയായാൽ ഞാൻ നോക്കട്ടെ, 10 മത്തി നിനക്ക് തരാൻ നോക്കാം. അങ്ങനെയാന്ന് യേശു പറഞ്ഞേ. അങ്ങനെയാന്ന് യേശു പറഞ്ഞേ. കുഞ്ഞേ, മീൻ കിട്ടാൻ മാനസാന്തരപ്പെടണ്ട, ഫ്ലാറ്റ് മേടിക്കാൻ ഗുണപ്പെടണ്ടെന്ന്, 1ാം റാങ്ക് മേടിക്കാൻ രൂപാന്തരപ്പെടണ്ടെന്ന്. ഇതല്ലേ നമ്മുടെ സാക്ഷ്യത്തിന് നീളം. എന്താ? ഓ, എൻ്റെ മോക്ക്, എൻ്റെ മോന് കഴിഞ്ഞ എക്സാമിൽ 1ാം റാങ്ക് കിട്ടി. 1ാം റാങ്ക് കിട്ടി. എന്തുകൊണ്ടാ? ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കനം, എൻ്റെ കുഞ്ഞിൻ്റെ വിശുദ്ധിയുടെ നീളം. ബാംഗ്ലൂരോട് ചെല്ലണം, നിന്റെ മോൾ എന്താന്ന് അവിടെ ചെല്ലുമ്പോൾ കാണാം. പൂനെയിൽ ചെല്ലപ്പം കാണാൻ എന്താന്ന്. സ്തോത്രം. മനസ്സിലാകുന്നത് ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ആത്മീക അനുഗ്രഹത്തെ, മീൻ കിട്ടുന്നത് ആത്മീക അനുഗ്രഹമായി ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പ്രസംഗിക്കുക, എൻ്റെ ഹൃദയം വല്ലാതെ നുറുകിപ്പോയി. അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു ക്ലിപ്പിൽ കൂടെ ഞാൻ കണ്ടതാ. അദ്ദേഹം പറയുക, അഭിഷേകം 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 നിന്റെ മേൽ വീഴുമ്പോൾ ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തിലേക്ക് നീ എന്ത് ചെയ്യും? പറക്കും. അപ്പോൾ ഒരു രാജ്യം പോലും കാണാത്തവൻ, ഒരു രാജ്യത്തിൽ പോലും ഇതുവരെ പോകാത്ത, നോർത്ത് ഇന്ത്യയിലും ബീഹാറിലും ഛത്തീസ്ഗഡിലും ഒറീസയിലും ഉത്തരാഖണ്ഡിലും ഹിമാചലിലും അരുണാചലിലും ഒക്കെ 2500 2000 രൂപയ്ക്ക് 3 മക്കളുമായി പോഷകാംശമുള്ള ആഹാരം കഴിക്കാതെ, ഗുണനിലവാരമുള്ള സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കഴിയാതെ, ഒരു സൈക്കിൾ പോലും ഇല്ലാതെ നടന്നും ഓടിയും യേശുവിന് വേണ്ടി ശുശ്രൂഷിക്കുന്നവരുടെ മേൽ വീണൊരു അഭിഷേകമല്ലേ? സ്തോത്രം. ഞങ്ങൾ കഴിഞ്ഞ മാസം ഒരു മിഷൻ ട്രിപ്പിന് വേണ്ടി ഞങ്ങൾ 3-4 ദൈവദാസന്മാർ ചേർന്ന് ശ്രീലങ്കയ്ക്ക് പോയി. അവിടെ ആരും വിളിച്ചിട്ട് പോയതൊന്നുമല്ല, അവിടെ ആരും വിളിക്കത്തുമില്ല. ദൈവം ഞങ്ങളുടെ അകത്തൊരു വലിയ ദർശനം തന്നു. ഇന്നെല്ലാം ഒരു 5 സ്റ്റാർ 7 സ്റ്റാർ സ്പീച്ചേഴ്സും ഫ്ലൈറ്റിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റിലേക്ക് ഇറങ്ങിച്ചത് പ്രസംഗിച്ച് അതേ ഫ്ലൈറ്റിൽ അതേ ഹെലികോപ്റ്റർ വല്ലതും ഉണ്ടെങ്കിൽ അവർ ചോദിക്കുന്നതാ, നിങ്ങളുടെ ചർച്ചിന് മേലെ ഹെലിപ്പാഡുണ്ടോ? അതാ ചോദിക്കുന്നത്. കാര്യം സമയമില്ലല്ലോ. ചർച്ചിന് മേലെ ഹെലിപ്പാഡുണ്ടെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ആ ഹെലികോപ്റ്റർ കയറിയിട്ട് പോകാമല്ലോ. കർത്താവ് പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, ജീവിതത്തിൽ 5 പൈസ ഗതിയില്ലാതെ വായും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതൊക്കെ നിന്നമേ അഭിഷേകമൊക്കെ തന്നത് മേലെ കാണിക്കാനൊന്നുമല്ല, മാന്യമായി ഇവരെ ചെയ്തോണം, ഇല്ലെങ്കിൽ ഒത്തിരി നാളൊന്നും ഓടത്തില്ല. ദൂത് മനസ്സിലായോ? കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു ദൈവിക സത്യമുണ്ട്. എപ്പോഴും മാരത്തോൺ ഓടുന്ന ഒരു വ്യക്തിയുടെ ഓട്ടം ശ്രദ്ധിക്കുക. മാരത്തോൺ എന്ന് വെച്ചാൽ അറിയോ? മാരത്തോൺ ഓടുന്ന ഒരു വ്യക്തിയുടെ ഓട്ടം ഒരിക്കലും 100-ലല്ല, ആണോ? അവരിങ്ങനെ പതുക്കെ ഇങ്ങനെ ഓടി ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ഒരൊറ്റ കയറ്റമാ. 100 മീറ്ററും 200 മീറ്ററും ഒക്കെ ഓടുന്നവനുണ്ട്. തുടക്കവും 100, ഒടുക്കം ഉണ്ടോ എന്ന് പറയത്തില്ല. കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇതെന്നെ ഇടപാടാ? എൻ്റെ കൂട്ടത്തിൽ ഇറങ്ങിയവനും എൻ്റെ കൂടെ പഠിച്ചവനും എല്ലാം 100 മീറ്റർ ഓടി അവിടെ ഇവിടെയൊക്കെ എത്തി. ഇന്ന് ഞാൻ ഇങ്ങനെയാ. കർത്താവ് പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, നിന്നെ ഞാൻ വിളിച്ചത് എന്തിനാ? നീ തിരിച്ചറിഞ്ഞോ? മാരത്തോൺ ഓടാനാ. മാരത്തോൺ ഓടാനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വാസ ജീവിതത്തിൽ പല നാളുകളായി തുഴഞ്ഞും വേദനിക്കപ്പെട്ടും ശരിക്കും ഒരു ആത്മീക ജീവിതം മുൻപോട്ട് നയിക്കുവാൻ കഴിയാതെ തുഴയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്നെങ്കിൽ നിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഭാരപ്പെടണ്ട. നിന്നെ നിന്റെ ഓട്ടത്തിന്റെ പൂർണ്ണതയിലെത്തിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാ ഈ ഞരക്കവും കഷ്ടതയും ഞെരുക്കവും തുഴച്ചലുമൊക്കെ. സ്തോത്രം. ഇന്നത്തെ പുതിയ കൊച്ച് ഉപദേശിമാരെ പോലെ ആകാൻ പലപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടും അത് കഴിയാത്തതിന് പക്ഷേ ആത്മീക പശ്ചാത്തലത്തിലുള്ള
കർത്താവിന് വേണ്ടി ഓടുന്ന പ്രവർത്തിക്കുന്നത് കണ്ടു വളർന്ന ഒരു കുടുംബത്തിനകത്ത് ജനിച്ചത് കൊണ്ടായിരിക്കാം പകൽ ഞാൻ ഓർപ്പിച്ചല്ലോ, കർത്താവിന്റെ വേലയിൽ ഞാൻ 3ാമത്തെ തലമുറയാണ്. പ്രൈസ് ഗോഡ്. അവരൊന്ന് കണ്ടുപിടിച്ച ഒരുപാട് പാഠങ്ങൾ, അനുഭവങ്ങൾ ഒരടിസ്ഥാനപരമായി എൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഞാൻ അതിൽ നിന്ന് പണിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിലും ആ വെളിപ്പാടില്ല ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. ആ ഭാഗം ഞാൻ വിടുകയാ. ശ്രദ്ധിച്ചു കേൾക്കുക ദൈവമക്കളെ, മേൽ കിട്ടുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പോകുന്ന അഭിഷേകം. ഞങ്ങൾ ശ്രീലങ്കയിൽ പോയി, കൊളംബോയിൽ ചെന്ന് ഏകദേശം 9 മണിക്കൂർ ബസ്സിനകത്ത് യാത്ര ചെയ്തിട്ട് ഒരു ഉൾസ്ഥലത്ത് ഒരു ഹിൽ പ്ലേസിലാണ് ഞങ്ങൾ ചെന്നെത്തിയത്. അവിടെ ഒരു സാധുവായ തമിഴനായ ഒരു ദേവദാസനുണ്ട്. സാധുക്കളായ കുറച്ച് ദൈവമക്കൾ. സാധുക്കൾ എന്ന് വെച്ചാൽ പച്ച സാധുക്കൾ, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത സാധുക്കൾ. ഞങ്ങൾ 4 പേരാണ്. ഞങ്ങൾ അവിടെ താമസിച്ചത് 7 സ്റ്റാറിലോ 6 സ്റ്റാറിലോ 5 സ്റ്റാറിലോ. കഴിച്ച ഫുഡ് 7 സ്റ്റാർ ഫുഡൊന്നുമല്ല, സാധാരണ ഫുഡ്. സന്തോഷം തോന്നി. യാത്ര ചെയ്തത് ഇനോവ കാറിലോ ഫോർച്യൂണിലോ ഒന്നുമല്ല. യാത്ര ചെയ്തത് കാലുകൊണ്ടാണ്. 8 കിലോമീറ്റർ ഒക്കെ നടക്കുക അങ്ങ്. പ്രൈസ് ഗോഡ്. 6 ദിവസമേ നിന്നുള്ളൂ. 6 ദിവസമേ. എന്തിനാ 1 ദിവസം നിൽക്കുന്നത്? 6 ദിവസമേ നിന്നുള്ളൂ. കൂട്ട ദൈവപ്രവൃത്തിയായിരുന്നു. ഭൂതവുമായിട്ട് വന്ന ഒരൊറ്റ ഭൂതവുമായിട്ട് പോയില്ലെന്ന്. പ്രൈസ് ഗോഡ്. വരുന്നവരുടെ എല്ലാ ബന്ധനങ്ങളും കർത്താവ് അഴിക്കാൻ തുടങ്ങി. കാര്യം അഴിച്ചേ പറ്റൂ. കാരണം തേയിലത്തോട്ടത്തിൽ രാവിലെ മുതൽ കട്ടപ്പാട് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന സാലറി കേൾക്കണേ. ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്താൽ കിട്ടുന്ന സാലറി ഇന്ത്യൻ മണി 600. അത് അവിടുത്തെ 300. ഇവിടുത്തെ 2 രൂപ, അവിടുത്തെ 1 രൂപയാണ്. 300 രൂപയാണ് ഒരു ദിവസത്തെ ഏറ്റവും നല്ല സാലറി. രാവിലെ മുതൽ രാത്രി വരെ കഠിനാധ്വാനം ചെയ്തിട്ട് അവർ വൈകിട്ടുള്ള മീറ്റിങ്ങിന് വരുന്നത്. അവർ വരുന്നത് സൈക്കിൾ പോലും ഇല്ലാത്തവരാ. 5, 6, 7 കിലോമീറ്റർ നടന്നാ വരുന്നേ. രാത്രിയിലെ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ പാതിരാത്രിയാകും. പോകുന്നിടത്ത് വഴിക്കൊന്നും വഴിയൊന്നുമില്ല. വഴിയൊക്കെ ഉണ്ടാക്കി കയറി അങ്ങ് പോകുക. മനസ്സിലായോ? അങ്ങനെ വരുന്ന ജനമാ. തമ്പുരാൻ വിടുവിക്കാതിരിക്കുവോ? ഇവിടെ നമുക്ക് മുറ്റത്ത് 3 കാറുണ്ടെങ്കിലും ആരാധനയ്ക്ക് ആളില്ലല്ലോ. ഐഡിയ സിംഗ്സാസെ പാടെന്ന് പറഞ്ഞാൽ വലിച്ചു കെട്ടിപ്പോവും. തമ്പുരാന് വേണ്ടി ഒരു ഗുണവും ഇല്ലാത്തവൻ, 4 പേര് അറിയുന്ന ഒരുത്തൻ, സിനിമയെ പാടുന്നവൻ, ദാണ്ട പെന്തക്കോസിലെ പാട്ട് പാടുന്നു പറഞ്ഞാൽ നേരത്തെ ടിക്കറ്റ് എടുത്ത് പോയിരിക്കും. നാണമില്ലേ? സിനിമാ ഫീൽഡിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന് അവിടെ സിനിമാ ഫീൽഡിൽ പണി കുറങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇപ്പൊ കൂടുതൽ ഡിമാൻഡ് ഇതിനകത്താ. കാശ് വീഴാനും ഇതാ സാധ്യത. ഉടനെ അവർ പറയും ഞങ്ങൾ പെന്തക്കോസിലായെന്ന് പറയും. അങ്ങനെ ഇറങ്ങിയ കുറെ എണ്ണമുണ്ട്. എവിടാന്ന് പോലും പറയത്തില്ല. ഇതിനെ കാണാൻ ആൾക്കാരെ മൂടുക. പ്രൈസ് ഗോഡ്. അപ്പം പ്രസംഗം പഠിപ്പിച്ചു കൊച്ചു പിള്ളേരെ അപ്പം പഠിപ്പിച്ചു കൊടുത്തത് കാണാതെ പഠിക്കുക. വേദി കാച്ചത് കേട്ടിട്ട് അമ്മമാരൊക്കെ ഓടുക. എന്ത് ചെയ്യുന്നേ? സ്വോത്രം പറയാൻ പറ്റത്തെന്ന് എനിക്കറിയാം. സ്വോത്രം പറയാനുള്ള പ്രസംഗം ഒന്നും അല്ല പ്രസംഗിക്കുന്നത്. അതൊക്കെ ഇഷ്ടം പോലെ താണ്ട് ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ ഓത്രം പറയിപ്പിച്ച പ്രസംഗം ഇതിനകത്ത് മൊത്തം ഇരിക്കുക. അതവിടെ ഇരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദാ പിടിച്ചു അനുഗ്രഹം ഇന്നാ പ്രാപിച്ചു അഭിഷേകം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വഴി ആരെങ്കിലും പ്രസംഗിക്കണ്ടേ? യഥാർത്ഥ വചനം ആരെങ്കിലും പ്രസംഗിക്കണം. ഞങ്ങളൊക്കെ എറി കൊള്ളാൻ വേണ്ടി ഇറങ്ങിയവരെ എറി കൊണ്ടോണ്ട് ഇരിക്കുക. ഇനിയും കൊള്ളാൻ താല്പര്യമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ തിരിച്ചറിയുന്ന ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അവ കണക്ക് ദൈവത്തോട് പറയേണ്ടി വരും. അവൻ തമ്പുരാൻ നിനക്ക് വാഹനം തന്നത് എന്തിനാ? സുഖിക്കാനോ? ദൈവം നിനക്ക് സൗജന്യം തന്നതിനാ സുഖിക്കാനോ? എണ്ണി കണക്ക് പറയും ദൈവത്തിന്റെ പൈതലേ. ഇതൊക്കെ അറിയണമെങ്കിൽ ഈ ജെറുസലേമിലൊക്കെ പോക്ക്, ഇസ്രായേലിലൊക്കെ ഉള്ള പോക്ക് നിർത്തിയിട്ട് വല്ലപ്പോഴും മിഷൻ ഫീൽഡിലോട്ടൊക്കെ ഒന്ന് പോകണം. സത്യം പറയാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഈ മിഷൻ ഫീൽഡിലൊക്കെ പോകുന്നത് കൊണ്ടായിരിക്കാം. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്. മിഷൻ ഫീൽഡിൽ പോകുമ്പോൾ, ഇങ്ങനെയുള്ള പ്രവർത്തന സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവർക്കൊന്നും ഒരു മാനസാന്തരം ഉണ്ടായില്ലെങ്കിലും ശരിക്കും പോകുന്നത് എനിക്കൊക്കെ ഒരു മാനസാന്തരം ഉണ്ടായിട്ടാണ് വരുന്നത്. ബഹറിലുള്ളൊരു സ്നേഹിതൻ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം പറയാം. അനുഗ്രഹീതനായൊരു ബിസിനസ്സുകാരനാ. 2 മക്കളുണ്ട്. ഗൾഫ് ജീവിതമാണല്ലോ. ഈ പിള്ളേർക്ക് ദിവസം പുറത്തു പോയി ഫുഡ് കഴിക്കണമെങ്കിൽ അതിൻ്റെതായ ചിലവ് ഭയങ്കരമാണ്. പുറത്തു പോയി ഫുഡ് കഴിച്ചേ പറ്റൂ. അത് സിസ്റ്റമാണ്, വർഷങ്ങളായിട്ട് തുടരുക. പലപ്പോഴും അച്ഛൻ പറഞ്ഞു മക്കളെ ഇതൊന്നും ശരിയല്ല, പിള്ളേർക്കത് വേണം. ഇറങ്ങുന്ന ഏറ്റവും കൂടുതൽ മൊബൈൽ പിള്ളേർക്ക് വേണം. അങ്ങനെയൊക്കെ പോകുന്നൊരു ജീവിത ശൈലിയിൽ പോകുന്നവർ. ഈ സഹോദരൻ ആ ചർച്ചുമായി ബന്ധപ്പെടുന്നൊരു മിഷൻ പ്രവർത്തനം ബീഹാറിലുണ്ടായിരുന്നു.
അദ്ദേഹത്തിന് ദൈവം കൊടുത്ത നിയോഗപ്രകാരം ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് പിള്ളേരോട് പറഞ്ഞില്ല, പിക്നിക്കിന് പോകുന്ന പറഞ്ഞ് നേരെ പോയത് ബെഹ്റിൽ നിന്ന് ബീഹാറിലേക്കാണ്. ഒരു ഉൾഗ്രാമത്തിൽ ഒരു സാധുവായ മലയാളി പാസ്റ്റർ അടുക്കലാണ് ഇവർ ചെല്ലുന്നത്. ഒരാഴ്ച അവിടെ താമസിച്ചു. തിരിച്ച് പിള്ളേർ ബെഹ്റിന് വന്നിട്ട് പിള്ളേർ പറഞ്ഞത് കേട്ടോണേ, പപ്പേ എന്തോ ഞങ്ങൾക്കിനി ആഴ്ച 3-4 പ്രാവശ്യം ഹോട്ടലിൽ പോണ്ട, മാസത്തിൽ വല്ലോ കൊണ്ടുപോകുന്നേ മതി. അതെന്താ മോനെ, ആ പൈസയും കൂടെ കൊടുത്ത് നമ്മൾ പോയി ആ പാസ്റ്റങ്ങളുടെ പിള്ളേർക്ക് അയച്ചു കൊടുക്കുക, അവരെന്തെങ്കിലും പാല് മേടിച്ച് കുടിച്ചോട്ടെന്ന്. എന്നോട് ആ സഹോദരൻ കണ്ണുനീരോടെ പറഞ്ഞു, നിങ്ങളെപ്പോൾ ഉപദേശിമാർ ഞങ്ങളുടെ ചർച്ച വന്ന് 21 ബൈബിൾ ക്ലാസ് എടുത്തിട്ടൊന്നും ഇവൻ്റെ ഒന്നും അകത്ത് കയറിയിട്ടില്ലെന്ന്. മനസ്സിലായോ? ബൈബിൾ ക്ലാസ് എടുത്ത് പ്രസംഗിച്ചു, അഭിഷേകമൊക്കെ കൈമാറിയിട്ടും ഇവൻ്റെ ഒന്നും ഇവൻ്റെ ഒന്നും അകം മാറിയിട്ടില്ല. നമ്മൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ പിള്ളേർക്ക് മാറ്റം വന്നെന്ന്. മനസ്സിലായോ ദൈവത്തിന്റെ പൈതലേ? സാധുവിനെ ഗവനിക്കാനും ആരുമില്ല, പാപപ്പെട്ടവനെ ശ്രദ്ധിക്കാൻ ആരുമില്ല. ഇന്ന് രാത്രി അകത്ത് കാഴ്ചപ്പാടുള്ള ചിലരെങ്കിലും ഈ കാലഘട്ടം വ്യത്യസ്തമായി എഴുന്നേൽക്കണം. മനുഷ്യരെ കളിപ്പിച്ചും മനുഷ്യരെ ചതിച്ചും വഞ്ചനയുടെ ദൂത് പറഞ്ഞും വഞ്ചനയുടെ ആലോചന പറഞ്ഞും മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടുന്ന ഇന്നത്തെ ആത്മീക വഞ്ചനന്മാരെ അവർ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ തിരിച്ചറിയാൻ കാഴ്ചപ്പാട് പ്രാപിച്ചവർ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കണം. എനിക്കൊക്കെ ശുശ്രൂഷയ്ക്ക് ആത്മീക സപ്പോർട്ട് തരുന്നവർ വളരെ കുറവാണ്. എസ്പെഷ്യലി ദൈവദാസന്മാരുടെ ഇടയിലും വിശ്വാസികൾ വളരെ കുറവാണ്. പക്ഷേ ആത്മീക സപ്പോർട്ട് മാനുഷികമായി കുറയുന്നെങ്കിലും ദൈവത്തിന്റെ സപ്പോർട്ടിന് കുറവില്ല. അതുപോലെ സ്തോത്രം, ദൈവത്തിന്റെ സപ്പോർട്ടിന് കുറവില്ല. ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ കർത്താവ് 11 വർഷമായി ശുശ്രൂഷയിൽ കൊണ്ടുവന്നിട്ട് കൊട്ടാരക്കരയിലാണ് താമസിക്കുന്നത്. അവിടെ ദൈവം ഒരു നിയോഗം തന്നൊരു ഓടനാവട്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവ വ്യത്യസ്ത സഭകളും കൂടുന്നൊരു പ്രത്യേക പശ്ചാത്തലമുള്ളൊരു സ്ഥലമാണ്. അവിടെ ദൈവം ഒരു നിയോഗം തന്നൊരു പ്രവർത്തനം തുടങ്ങാൻ 1.5 വർഷമായി അവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ചു. ആമേൻ. ഇന്ന് കാണുന്ന യാതൊരു ആധുനികമായ ക്രമീകരണങ്ങളുള്ളൊരു ചർച്ചല്ല എൻ്റേത്. കൊച്ചൊരു ടെൻ്റ് അടിച്ചിരിക്കുന്നു, താൽക്കാലികമായി കിട്ടിയൊരു സ്ഥലം. ഒരു ടെൻ്റ് അടിച്ചിരിക്കുക, തറ മുഴുവനും ചിപ്സ് നിരത്തിയിരിക്കുകയാ. അതിൻ്റെ മുകളിൽ ഒരു എന്താ പറയുന്നത് ചാക്ക് കൊണ്ട് വിരിച്ചിട്ടുണ്ട്, അതിന് മുകളിൽ പായിട്ടിട്ടുണ്ട്. ഇതിനകത്താണ് ഞങ്ങളുടെ ആരാധന. ഒരു 10-45 പേര് ആരാധിക്കാൻ വരുന്നുണ്ട്. ആ 45 പേരിൽ 44 പേരും സാധുക്കളും സാധാരണക്കാരുമാണ്. എന്ന് വെച്ചാൽ അവരുടെ പല വീടുകളിലും ഇന്നവരുടെ പാസ്റ്റ് ചെന്ന് കയറുമ്പോൾ ഇങ്ങനെ കയറാൻ പറ്റൂ. എന്ന് വെച്ചാൽ ആ വാതിലിന് അത്ര ഉയരേ ഉള്ളൂ. മിക്ക വീട്ടിലും ഗ്യാസ് ഇല്ല. നോർത്ത് ഇന്ത്യയിലൊന്നും പോകണ്ട. എൻ്റെ ചർച്ചിലുണ്ട് ഇന്നും 3 നേരം ശരിക്കും ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവര് എൻ്റെ ചർച്ചിലുണ്ട്. ഞാൻ ഈ പല ദേശങ്ങളിൽ യാത്ര ചെയ്യുന്നവരാകിയാൽ പലരും ദൈവസ്നേഹത്തിൽ നാട്ടിൽ വരുമ്പോൾ അവർക്കൊരാഗ്രഹം വരും, വിന്നിപ്പാസ ചർച്ചിലൊന്ന് പോകണമെന്ന്. അവരൊരാഴ്ച പറയും, പാസ ഞങ്ങൾ ചർച്ചിലോട്ട് വരിക. ഗൾഫിൽ AC യുടെ റൂമിനകത്തൊക്കെ ഇരുന്ന് ആർഭാടമായി ആരാധിച്ച പലരും വിന്നിപ്പാസ ചർച്ചിലോട്ട് വരും. ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിന് പുറത്തുനിന്ന് അകത്തോട്ട് കയറിയിട്ട് അവരൊരു നോട്ടമുണ്ട്. നോക്കിയിട്ട് അവരുടെ പകുതി ജീവൻ അങ്ങ് പോകും. ഇതെന്തോടെ കോഴിക്കൂടോ? പിന്നെ ജനത്തെ ഒന്ന് നോക്കും. നല്ല വെളുപ്പുള്ള ഒരുത്തിനും അതിനകത്തില്ല, കണ്ട ഗ്ലാമറുള്ള ഒരുത്തിനും അതിനകത്തില്ല. അപ്പം അവരുടെ പകുതി ജീവൻ പോയാ കയറിയിരിക്കുന്ന കാണുമ്പോഴേ അറിയാം. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു സഹോദരൻ വിദേശത്ത് ഫാമിലിയായിട്ട് വന്നു. കയറി വന്നപ്പോഴേ സന്തോഷത്തോടെ കയറി വന്ന് അകത്തോട്ട് നോക്കിയപ്പോഴത്തേന് ചേട്ടാ ഇത് വല്ലാത്തൊരു പിറക്കമായി പോയല്ലോ എന്നകത്തൊരു ചിന്ത വന്നു. ആദ്യത്തെ ആരാധന ഞാൻ ശ്രദ്ധിച്ചു, വലിയ സ്വോത്രവും സ്തുതിയൊന്നുമില്ല. ശ്രദ്ധിച്ചോളാം, 1:30 കഴിഞ്ഞു, ആരാധനയൊക്കെ കഴിഞ്ഞു. വീട്ടിൽ ഞാൻ കൊണ്ടുപോയി ഫുഡ് കഴിച്ചോണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ക്ഷമിക്കണേ, വന്നിരുന്നപ്പോൾ വല്ലാതെ തെറ്റിദ്ധരിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞങ്ങളൊന്ന് ആരാധിക്കുന്നത്. ദൂത് മനസ്സിലായോ? ദൂത് വല്ലതും മനസ്സിലായോ എന്ന്? എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ദൈവസാന്നിധ്യം ഇത്ര ആഴമായി അനുഭവിക്കുന്നത്. അവൻ തിരിച്ചറിയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. അവ എന്നോട് ചോദിച്ചു, പാസ് എല്ലാം പാവപ്പെട്ടവരല്ലേ? ഞാൻ അവരോട് തൻ്റെ ഇടത്തോടെ പറഞ്ഞു, എൻ്റെ സഹോദര, സാധുക്കളെ പാസ്സായിട്ടിരിക്കാന് ബിന്നി ജോൺ പാസ്റ്റർ ദൈവം അഭിഷേകം ചെയ്തതെങ്കിൽ ഞാനതിൽ സന്തോഷിക്കും. കാരണം ഇന്ന് പറയുന്ന പലർക്കും ഇല്ലാത്ത സമർപ്പണം എൻ്റെ കൊച്ചു ചർച്ചിനകത്ത് ആരാധിക്കുന്ന സാധുക്കൾ കൊണ്ടെന്ന് പലതും നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും നിങ്ങൾ. ഹല്ലേലൂയ. അവരുടെ ദൈവദാസൻ ഉപവസിക്കാൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ എൻ്റെ ചർച്ചിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന 1-2 പേരുണ്ട്. അവരുടെ ഓട്ടോറിക്ഷ ഓടത്തില്ല. റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നവരുണ്ട്, റബ്ബർ ടാപ്പ് ചെയ്യത്തില്ല. ഞാൻ ചോദിക്കും, എന്താ വെച്ചാൽ ഓട്ടോറിക്ഷ ഓടണ്ടേ? ലോൺ കെട്ടണ്ടേ?
പിള്ളാരെ വളർത്തണ്ടേ, ഒരാഴ്ചയും 10 ദിവസവും ഒക്കെ എൻ്റെ കൂടെ നിങ്ങൾ ഇരുന്നാൽ എങ്ങനെയാ? അവര് പറയുന്നത് ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുമ്പോൾ ഞങ്ങൾ ഓട്ടോ ഓടിക്കാനോ? 19-ാം തീയതി 21 ദിവസം തുടങ്ങുക. ഇപ്പോഴേ ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ തീരുമാനിച്ചു പട്ടിണി കിടന്നാലും 21 ഇരിക്കണമെന്ന്. രക്തത്താൽ ജയമെടുക്കുക. എന്തിനാ അമേരിക്കക്കാര്, എന്തിനാ ഇംഗ്ലണ്ടുകാര്, എന്തിനാ UK-ക്കാരെന്ന്? തമ്പുരാന് വേണ്ടി ഇത് സമർപ്പണമുള്ളവരെയാ. ദൂത് മനസ്സിലായി എത്ര പേരുണ്ട്? ഹല്ലേലൂയ. സമർപ്പണമുള്ളവരെയാ. പണം കുറഞ്ഞാലും സമർപ്പണമുണ്ടോ? ദൈവരാജ്യത്തിന്റെ പടിമടക്കും. പണം കുറഞ്ഞാലും സമർപ്പണമുണ്ടോ? ആത്മാക്കളുടെ വിടുതം നടക്കും. പണം കുറഞ്ഞാലും സമർപ്പണമുണ്ടോ? പിശാചിന്റെ കെട്ടുവാട്ടും. ഇത് പണമുണ്ടച്ചാ സമർപ്പണമില്ല. ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഓരോ വാക്കിനോടും നീതി പുലർത്തിയിട്ടാ പ്രസംഗിക്കുന്നത്. ഹിമാചൽ പ്രദേശത്തിൽ ജനിച്ചു വളർന്ന അനുഗ്രഹീതനായ ഒരു സഹോദരിയ ദൈവം എനിക്ക് ഭാര്യയായി തന്നു. ചരിത്രങ്ങളൊക്കെ പറയാൻ തുടങ്ങിയ ഒരുപാടുണ്ട്. ഭാര്യയായി തന്നത് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാതെ BCom 1-ാമത്തെ വർഷം വീട്ടുകാർക്കും നാട്ടുകാർക്കും തലവേദനയായി അവൾ കൊട്ടാരക്കര വിട്ട് ബോംബെയിൽ പോയി തെരുവുതണ്ടിയെ പോലെ ലോകപ്രകാരം ഹിന്ദുവിനുടെ ഹിന്ദുവും മുസ്ലിമുടെ മുസ്ലിമായി ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് 2004 കർത്താവ് പിടിച്ച് അഭിഷേകത്തിന്റെ പുതപ്പ് തന്ന് പുറത്തിറക്കിയിട്ട് പിതാക്കന്മാരുള്ള ദൈവത്തിന് നീതി വന്നവണ്ണം ആമേൻ എൻ്റെ വിദ്യാഭ്യാസം ചോദിക്കാത്ത അനുഗ്രഹിക്കപ്പെട്ട ഡിഗ്രി ഉള്ളൊരു സഹോദരിയെ തമ്പുരാൻ എനിക്ക് ഭാര്യയായി തന്നു. പക്ഷേ അവളുടെ ഡിഗ്രിയെക്കാളും ഇന്ന് എൻ്റെ ശുശ്രൂഷയുടെ ജയം അവളുടെ സമർപ്പണമാണ്. സ്തോത്രം. എൻ്റെ ആദ്യത്തെ കുഞ്ഞിന് ഏകദേശം 2 വയസ്സ് പ്രായം കാണും. ആ സമയത്ത് ഞാൻ 40 ദിവസം ഉപവസിക്കുന്ന സമയമാണ്. എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ആമേൻ അച്ചാ ഞാൻ എൻ്റെ വൈഫിൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ ഫീഡിങ് നിർത്താൻ പോവുക. ഞാൻ ചോദിച്ചു എന്തിനാ ഇപ്പോഴേ ഫീഡിങ് നിർത്തുന്നത്? സമ്മതിക്കത്തില്ല. എന്നോട് ഫീഡിങ് നിർത്തുക, കാര്യം പറ, എനിക്ക് ഉപവസിക്കണം. ഞാൻ എത്ര ദിവസം? 40 ദിവസം. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നനു, നീ എത്ര ദിവസം ഉപവസിച്ചിട്ടുണ്ടോ? 7 അവിടെ കിടക്കുന്നു, 40 അവിടെ കിടക്കുന്നു. അതും കുഞ്ഞിന്റെ ഫീഡ് നിർത്തിയിട്ടോ. അത്ര ആത്മീയമൊന്നും പൊന്നുമോക്ക് വേണ്ട. ആദ്യം കുഞ്ഞിന്റെ വളർച്ച നടക്കട്ടെ, പിന്നെ ഉപവസിക്കാൻ സമയമുണ്ട്. എന്നോട് എടുത്തവായി അവളോട് പറഞ്ഞത് ഇങ്ങനെയാ, കർത്താവ് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന്. കർത്താവ് പറഞ്ഞു ഞാൻ ചെയ്യാൻ തീരുമാനിച്ചെന്ന്. ഞാൻ പറഞ്ഞു നീ ചെയ്യത്തില്ല, നീ ഇരിക്കത്തില്ല, നീ കറങ്ങി വീഴും, നീ ബോധം കെട്ട് വീഴും, പ്രശ്നമുണ്ടാകും, എനിക്ക് പണി നീ തരരുത്. ദൈവമക്കൾ ശ്രദ്ധിച്ചു കേട്ടോണം. അവ കുഞ്ഞിന്റെ ഫീഡിങ് ഉപവാസം ഇരിക്കാൻ നിർത്തിയ ഒരു സഹോദരിയാ ദൈവം ഭാര്യയായി തന്നെ. ദൈവം അനുഗ്രഹിക്കാതിരിക്കുമോ? 40 ദിവസം ഉപവസിച്ചു, ഒരു തളർച്ചയും വന്നില്ല, ഒരു പരാജയവും വന്നില്ല. മനസ്സിലാക്കണേ. എനിക്ക് 35 വയസ്സേ ഉള്ളൂ. അപ്പം എൻ്റെ ഭാര്യയ്ക്ക് എത്ര വയസ്സുണ്ട്? നല്ല യൗവനമാ, കാണാൻ കുഴപ്പമൊന്നുമില്ല, സൗന്ദര്യമൊക്കെ ഉണ്ട്, വിദ്യാഭ്യാസമുണ്ട്. കുഞ്ഞ്, അതിനേക്കാൾ വലുതാ നിന്റെ സമർപ്പണം. വില കൂടിയ ഡ്രസ്സ് ഇന്നും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ട. ചുമ്മാ ഒന്നും പറയുമല്ലോ കേട്ടോ, ജീവിതത്തെ പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. വില കൂടിയ ഡ്രസ്സ് വേണ്ട. ഞാൻ പറയും എന്താ നീ പറയുന്നത്? വില കൂടിയ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ നല്ലത് മേടിച്ചിട, വേണ്ട. കാരണം അങ്ങനെ അതിൻ്റെ സിസ്റ്റം. ബൂത് മനസ്സിലായോ? പണം കിട്ടുമ്പോൾ പിള്ളേർക്ക് 42,000 മൊബൈൽ മേടിച്ചു കൊടുത്തിട്ട് തുള്ളുന്ന സഹോദരി, തുള്ളുന്ന അച്ചായ ഇവിടെ കിടക്കും തുള്ളല്. ചോദിക്കുന്നത് ആർഭാടകരമായി ജീവിച്ചിട്ട് അവൻ ആരാധിച്ച ആരാധന ഇവിടെ കിടക്കും. ഇന്ന് രാത്രി കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും, സംശയമില്ല. രക്തത്താൽ ജയമെടുക്കുന്നു. ശ്രദ്ധിക്കുക. യോഹന്നാന്റെ മകനായി ശീമോനായി ജീവിക്കുമ്പോഴും യേശുവിന് മീൻ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത് അഭിഷേകം ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തിലേക്ക് പോകുന്നൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ പ്രൈം മിനിസ്റ്ററായിട്ട് മാറിയ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ മേൽ എന്തോ അഭിഷേകം വീണേക്കുന്നല്ലേ? പുള്ളിക്ക് വീട്ടിൽ ഇരിക്കാൻ സമയമില്ല, എല്ലാ ദിവസവും യാത്രയല്ലേ. പുള്ളി ഇപ്പോൾ 40 കഴിഞ്ഞേ ഉള്ളൂ, 40 ദിവസം ഫാസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ, അടുത്ത യാത്ര പോവുക. സ്തോത്രം. അങ്ങനാണെങ്കിൽ ധനവാനെ ദൈവം അനുഗ്രഹിച്ചെന്നും ലാസറിനെ കർത്താവ് ശപിച്ചെന്നും പറയണം അല്ലേ? ഏത് സാക്ഷ്യത്തിനായിരിക്കും സഭയിൽ പ്രസക്തി? ധനവാന്റെ സാക്ഷ്യത്തിനോ ലാസറിന്റെ സാക്ഷ്യത്തിനോ? നിങ്ങളങ്ങ് പറ. ധനവാന്റെ ഓരോ സാക്ഷ്യത്തിനും ഗ്ലോറിക്ക് ഒരു കുറവുമില്ല. പിള്ളേരൊക്കെ നല്ല ഉത്തേജനത്തില്ല ധനവാന്റെ സാക്ഷ്യം കേൾക്കുന്നേ. ലാസറിന്റെ സാക്ഷ്യം കേട്ട് എത്ര പേര് ആമേൻ പറയും? വല്ലോ മനസ്സിലാകുന്നോ?
ഇന്നത്തെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞേ, ഇന്നത്തെ ചിന്താഗതികളെ ഞാൻ പറഞ്ഞേ. പ്രൈസ് ഗാഡ്. ഇന്ന് രാത്രിയിൽ ദൈവജനം ചിന്തിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, മത്സ്യം കിട്ടുവാൻ, മീൻ കിട്ടുവാൻ, ഭൗതികമായി ഉയർച്ച പ്രാപിക്കുവാൻ നീ കേഫയാകണ്ട. നീ യോഹന്നാന്റെ മകനായി ശീമോനായി ജീവിച്ചാൽ മതി. ഇവിടുത്തെ എല്ലാം കിട്ടും. പക്ഷേ ഉയരത്തേതിൽ കിട്ടണമെങ്കിൽ, ലാസറിന് കിട്ടിയത് കിട്ടണമെങ്കിൽ, ഉയരത്തിൽ കിട്ടണമെങ്കിൽ, നിത്യത കിട്ടണമെങ്കിൽ, ദൈവിക ദാനങ്ങൾ കിട്ടണമെങ്കിൽ ശീമോനായിരുന്ന കിട്ടത്തില്ല. അതിത് മാറ്റം വരണം. ശ്രദ്ധിക്കുക, ഞാൻ എൻ്റെ ദൂതിലേക്ക് പോകാൻ സമയമില്ല. രണ്ടാമത് ശീമോന്റെ മാന്ത്രിക മേഖലയെ തകർത്തത്, കർത്താവേ, ഞാൻ യോഹന്നാന്റെ മകനായി ശീമോനായി ജീവിച്ചിട്ടും നീ എനിക്ക്. ഉൽപ്പത്തി 28:10 വാക്യം മുതൽ വായിക്കുമ്പോൾ നിങ്ങൾ എടുക്കൊന്നും വേണ്ട. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ, യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ബേർശേബയിൽ നിന്ന് ഹാരാനിലേക്ക് പോവുക. എന്തൊക്കെ കഴിഞ്ഞിട്ടായി പോന്നേ? സഹോദരനെ കളിപ്പിച്ചു, അപ്പനെ കളിപ്പിച്ചു. ഈ കളിപ്പീരെല്ലാം കഴിഞ്ഞിട്ടാ പുള്ളിക്കാരൻ പോവുക. മരണഭീതിയോടെ ഹാരാനിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്തെത്തി. സൂര്യൻ അവിടെ ചെന്നപ്പോൾ എന്ത് ചെയ്തു? ആ രാത്രിയിൽ ഒരു ഹോട്ടലോ ഒരു കടകളോ വീടുകളോ ഒന്നുമില്ലാത്ത വിജനമായ സ്ഥലത്ത് ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. ഈ അച്ചായൻ യാത്രയൊക്കെ കഴിഞ്ഞു. ദൈവമക്കളെ, എന്തോ ഒരു വിടുതലിന്റെ സാക്ഷ്യം പറയാനാ ഞാൻ നിൽക്കുന്നേ എന്നൊക്കെ പറഞ്ഞു പൂക്കണ്ണീരും വരാൻ തുടങ്ങി. എല്ലാവരും ആശ്ചര്യമായി. നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചെന്നെ ഹാരാനിലേക്ക് വിട്ടു. ഞാൻ പോകുന്ന വഴി ഒരു സ്ഥലത്തെത്തിയപ്പോൾ എന്റെ കാറിന്റെ പെട്രോൾ ടാങ്ക് പൊട്ടി. നോക്കിയപ്പോൾ അത് ചോർച്ച. വിജനമായൊരു സ്ഥലം, രാത്രി 2 മണി. എന്തു ചെയ്യണമെന്നറിയാതെ, ഉറക്ക ക്ഷീണം കൊണ്ട് ഞാൻ പോലും അറിയാതെ അവിടെ കിടന്നൊരു കല്ലെടുത്ത് തലയണയെ വെച്ച് കിടന്നുറങ്ങി. ക്ഷുദ്രജീവികളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. ദൈവത്തിന്റെ കൃപയാൽ, എന്നോടുള്ള അവന്റെ വിശ്വസ്തതയാൽ, എൻ്റെ ആത്മീകത്തിന്റെ നീളത്താൽ, അതിൻ്റെ ഉയരത്താൽ, വണ്ണത്താൽ ഒക്കെ എന്തുവാകട്ടെ, കർത്താവ് എന്നെ സംരക്ഷിച്ചു. മാത്രമോ ആ രാത്രിയിൽ വീട്ടിൽ AC റൂമിൽ ഡള്ളപ്പിന്റെ മത്തേ കിടന്നാൽ കാണാത്ത സ്വപ്നം കർത്താവ് എന്നെ കാണിച്ചു. അതെന്താണെന്നറിയാമോ? പാമ്പ് വരുന്നതല്ല, ആനയുടെ തുമ്പിക്കൈ പൊങ്ങിയതുമല്ല, സ്വർഗത്തോളം എത്തിയിരിക്കുന്ന കോവേടി. അതിൽ ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഇത് കേട്ടിട്ട് പല അമ്മമാർ അപ്പോഴേ സ്പ്രിങ്ങേലായി, ആരാധനയൊക്കെ തുടങ്ങി. പാസ്റ്റർ പിന്നെ കുറെ പണിവെട്ട് അച്ചാനെ പിടിച്ചിരുത്തി അമ്മാമാരോട് എല്ലാവരും സൈലന്റ് ആവാൻ പറഞ്ഞു. ഈ സാക്ഷി ഇവിടെ നടക്കുമ്പോ കർത്താവ് സ്വർഗത്തിൽ ചിരിയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, യാക്കോബിനെ ദൈവം സംരക്ഷിച്ചു, ശരിയാ. ഉറക്കം കൊടുത്തു, ശരിയാ. ഒരു ക്ഷുദ്രജീവി അവനെ തൊട്ടില്ല, ശരിയാ. സ്വർഗീയ ദർശനം കൊടുത്തു, ശരിയാ. ഇതൊക്കെ ശരിയാ. പക്ഷെ ഇതൊക്കെ കൊടുത്തത് ഇവൻ ആത്മീകനായതുകൊണ്ടാണോ? സഭ മറുപടിതാ, സഭ മറുപടിതാ. ആണോ? ആദ്യമായി വീട്ടിൽ പോയി ധ്യാനീര് ഒരു വാക്യം ഇങ്ങനുണ്ട്, ഞാൻ തമ്പുരാനിച്ചു, തമ്പുരാനെ ഒരു കൊച്ചു കട്ടുറുമ്പിനെങ്കിലും വിട്ട് അവരെ ഒന്ന് കഴിപ്പിച്ചുകൂടായിരുന്നോ? കുറെ നാളിത് വെച്ചോണ്ട് നടക്കണമായിരുന്നല്ലോ ഈ സ്വഭാവക്കാരനെ. പിന്നെന്താ നീ ഇതൊക്കെ ചെയ്തേ? കർത്താവിനോട് പറഞ്ഞു, ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമാ. ഞാൻ ഇവന് വേണ്ടി ഇതൊക്കെ ചെയ്തത് ഇവനെ ഓർത്തിട്ടല്ല. പിന്നെയോ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന കുടുംബ പശ്ചാത്തലത്തിനകത്ത് നിന്ന് ഞാൻ വിളിച്ചപ്പോൾ മുമ്പും പിറകും നോക്കാതെ എനിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു വല്യപ്പച്ചൻ ഇവന് വേണ്ടി നിന്നു, പ്രവർത്തിച്ചു. അവരോടുള്ള എന്റെ നീതിയ
ഞാൻ ഇവനെ അനുഗ്രഹിച്ചത്. ട്രിവാൻഡ്രം പട്ടണത്തിനകത്ത് അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് അവകാശം ഉന്നയിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലേലും ഒരു കാര്യം ഞാൻ വിളിച്ചു പറയും. ഞാനും നീയും ഇന്ന് രാത്രി അനുഗ്രഹിക്കുന്നത് എന്റെ നിന്റെ ആത്മീകത്തിന്റെ കൂടുതൽ കൊണ്ടല്ല, പിതാക്കന്മാരോടുള്ള ദൈവത്തിന്റെ നീതിയാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടു വാക്ക് 4 പേരോട് പറയാൻ ത്രാണിയില്ലാതെ നാക്കും പല്ലും കൂട്ടിയിടിച്ച് കൊത്തനും പൊട്ടനുമായി നടമയല്ലേ അഭിഷേകം ചെയ്ത് അവൻ ഇന്ന് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെക്കാളും ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരുമായിരിക്കുന്ന അനേക ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, സഭകളിൽ പരിശുദ്ധാത്മാവ് അയക്കുന്നത് ഞാൻ 40 ഇരുന്നതല്ല, 21 ഇരുന്നതല്ല, എന്റെ പിതാക്കന്മാരോടുള്ള ദൈവത്തിന്റെ നീതി. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ മാർത്താണ്ഡം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു നായർ കുടുംബത്തിനകത്ത് അവൻ ജനിച്ചു വളർന്ന പിതാവ് ഉന്നത വിദ്യാഭ്യാസ അനന്തരം ആമെ സെൻട്രൽ ഗവൺമെന്റ് ഉന്നത ജോലിക്കാരനായി മദ്രാസിൽ ജോലി ചെയ്യുമ്പോൾ മാനസിക രോഗം പിടിപെട്ട് സൗഖ്യമില്ലാതെ ഊളമ്പാറ മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വിധേയനാക്കി സൗഖ്യം പ്രാപിക്കാത്ത മന്ത്രവാദങ്ങളും പൂജകളും വീട്ടിൽ നാടുകളായി നടത്തി മാർത്താണ്ഡ തെരുവീതിൽ 1.5 മാസം മാനസിക രോഗിയായി നടന്ന എന്റെ പിതാവിനെ ഒരു സാധുവായ സുവിശേഷകൻ കൊണ്ടുപോയി പ്രാർത്ഥിച്ച യേശു കർത്താവിനാൽ സൗഖ്യം ലഭിച്ച ഒരു ദൈവ പൈതലായതിന്റെ പേരിൽ ഇന്നേക്ക് 39 വർഷങ്ങൾക്ക് മുമ്പ് അവ സ്വത്തുക്കൾ ഒന്നും കൊടുക്കാതെ എല്ലാം നഷ്ടപ്പെട്ടവനായി ഇട്ടിരുന്ന പാന്റും ഉടുപ്പും ഒരു പാസ്റ്റർ കൊടുത്ത ബൈബിളുമായി ഹൈന്ദവ ഭാഷയിൽ നടയടച്ച് പിണ്ടം വെച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി അവൻ മാർത്താണ്ഡം മുതൽ തിരുവല്ല വരെ പൈപ്പിന്റെ വെള്ളം കുടിച്ച് അവൻ തെരുവ് തണ്ടിയെ പോലെ നടന്ന് ഒരു ദൈവദാസന്റെ അടുക്കലെത്തി അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു സെമിനാരിയിൽ പറഞ്ഞയച്ച അവൻ ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച എന്റെ പിതാവിനോടുള്ള ദൈവത്തിന്റെ നീതി. ഐപിസിയിലെ ആദ്യകാല പ്രവർത്തകനായിരുന്ന അനുഗ്രഹിതനായ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്ന വസ്തുക്കളും നന്മകളും എല്ലാം യേശുവിനെ വേണ്ടി എഴുതി കൊടുത്ത് മരിക്കാൻ നേരം 1 സെന്റ് ഭൂമി പോലും സ്വന്തമായില്ലാതെ ഏക മകളും തൻ്റെ ഭാര്യയും, അതെന്റെ മമ്മിയാ ആ മകൾ, ഏക മകളും തൻ്റെ ഭാര്യയും മാത്രമായി നിത്യതയിൽ ചേർക്കപ്പെട്ടൊരു പിതാവ്. അപ്പച്ചൻ മണ്ടത്തരം കാണിച്ചതിനാൽ മോളെയും ഭാര്യയെയും ആരും ഏറ്റെടുക്കാതെ ഒരു കാവിന്റെ സൈഡിൽ കൊച്ചു കൂര പണിതു കൊടുത്ത് അങ്ങോട്ട് മാറ്റി. എൻ്റെ മാതാവിനെ വളർത്തുവാൻ ആ വെല്ലും വെച്ച് കഷ്ടപ്പെട്ട് നെല്ലിക്കുന്നം ചന്തയിൽ ചക്കക്കുരു പച്ചമുളകും തൈരും വിട്ട് മാതാവിനെ വളർത്തി ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ അവൻ പ്രവർത്തിക്കുവാൻ ഉപയോഗിക്കപ്പെട്ട ഒരു വല്യപ്പച്ചനോടുള്ള ദൈവത്തിന്റെ നീതി. 3ാമത്തെ തലമുറ 2004 ഗുജറാത്തിലെ ഗാന്ധിനാർ റെയിൽവേ ട്രാക്ക് എന്നെ വിഴുങ്ങുവാൻ ഭാവിച്ചപ്പോൾ ദൈവം പറഞ്ഞു, പിശാചേ, ഇവനെ എനിക്ക് വിട്ടുതരാൻ കഴിയത്തില്ല. ഇവനിപ്പോൾ വിശുദ്ധനല്ല, ഇവനിപ്പോൾ ആത്മികനല്ല, ഇവനിപ്പോൾ യാക്കോബ, പക്ഷേ ഇവന്റെ പിതാക്കന്മാരോടുള്ള ഒരു നീതി എനിക്ക് ഇവരിൽ വെളിപ്പെടുത്താനുണ്ട്. ഇന്ന് രാത്രി ദൈവജനം കേൾക്കുന്നവരെ, അവ എന്നോടും നിങ്ങളോടുമുള്ള നീതി നമ്മുടെ തലമുറകളോട് അവ പുലർത്തുവാൻ വിശ്വസ്തനായ ഒരു ദൈവത്തെ സേവിക്കാൻ ഇന്ന് രാത്രി നമുക്ക് ലഭിച്ച മഹാഭാഗ്യത്തിനായി ദൈവത്തിന് ഇന്ന് രാത്രിയിൽ എത്ര പേർ മഹത്വം കൊടുക്കും? ആർക്കും കടക്കാരനല്ലാത്തവൻ, ആർക്കും ബാധിതക്കാരനല്ലാത്തവൻ, ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനും അതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് നിന്റെ തലമുറകളെ ഉയർത്തുന്നവന്റെ കരം ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. ഒരു ഉയർച്ചയിലും കോളർ പിടിക്കണ്ട. പറ, അബ്രഹാമിനോടുള്ള നീതിയാ, അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികളായ നമ്മുടെ മേൽ വരാൻ ലേഖനത്തിൽ പറയുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. ഹലോ, ഇന്ന് രാത്രിയിൽ ദൂത് കേക്ക്. ആ നീതി യാക്കോബിന് മാത്രമല്ല എന്നോടുമുള്ള ബന്ധത്തിൽ വെളിപ്പെടുക. അബ്രഹാമിനോടുള്ള നീതി എനിക്കുമുണ്ട്. ആരിൽ കൂടെ? ചങ്കു പുലർന്ന യേശുവിൽ കൂടെ, മുറിവേറ്റ യേശുവിൽ കൂടെ, തകർക്കപ്പെട്ട യേശുവിൽ കൂടെ, രക്തമൊഴുക്കപ്പെട്ട യേശുവിൽ കൂടെ ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങളാ കുഞ്ഞെ ഇന്ന് രാത്രിയിൽ നീ അനുഭവിക്കുന്നേ. ഇന്ന് സാധുവിനെ കാണുമ്പോൾ ഒരലർച്ച, പാവപ്പെട്ടവനെ കാണുമ്പോൾ ഒരു വീർപ്പുമുട്ടൽ,
അവൻ്റെ അടുക്കൽ ചെല്ലാൻ ഒരു പ്രയാസം, അവന്റെ വസ്ത്രം കാണുമ്പോ പുച്ഛം. ഒരു സാധുവിന്റെ വീട്ടിൽ ചെന്ന് കട്ടകാലത്തിനെങ്ങാനും ചെന്നാൽ, ഒരു പ്രാർത്ഥനയ്ക്കെങ്ങാനും ചെന്നാൽ അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കത്തില്ല. പലരും പറഞ്ഞു കേട്ടോണ്ട് ഉപവാസമാണ്. അവിടുത്തെ ആഹാരം കഴിക്കത്തില്ല, ഉപവാസമാണ്. ഇങ്ങനെ പറയുന്നവരെ എല്ലാം തമ്പുരാൻ ഉപവസിപ്പിക്കും മിക്കവാറും. രക്തത്താക്ഷയം. എൻ്റെ വൈഫ് എനിക്ക് തരുന്നൊരു ടീച്ചിങ് ഉണ്ട്. കൃപയാൽ ദൈവം എനിക്ക് നല്ല ശുശ്രൂഷയും അതുപോലെ ബന്ധങ്ങളും, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ഉന്നതമായ ക്രമീകരണങ്ങൾ ദൈവം എനിക്ക് ശുശ്രൂഷയിൽ തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ പണക്കാരൻ്റെ വീട്ടിൽ പോയി 10 മിനിറ്റേ പ്രാർത്ഥിച്ചുള്ളെങ്കിലും ഒരു സാധുവിൻ്റെ വീട്ടിൽ പോയാൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, കാര്യം എന്താ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ ക്യൂ നിൽക്കുക, ഇവർക്ക് വേണ്ടി കരയാൻ ആരുമില്ല. ഇന്ന് രാത്രിയിൽ ദൈവമക്കൾ തിരിച്ചറിയുന്ന ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ നിനക്ക് അനുഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ പൈതലേ. ഉറാമാഷിയ. വിഷയത്തിലേക്ക് എനിക്ക് എത്തുവാൻ സാധിക്കുന്നില്ല, ഒത്തിരി പുറകെ നിൽക്കുക. ഞാൻ ശ്രദ്ധിക്കുക, ശീമോനായി ജീവിച്ചാലും കുഞ്ഞുങ്ങളെ മോനെ താടിച്ച് കൈയ്യെടുത്തേ, ശീമോനായി ജീവിച്ചാലും മക്കളെ MBBS ആകാം, MD എടുക്കാം, സയന്റിസ്റ്റ് ആകാം, വേണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റും ആകാം. ഇന്ത്യൻ പ്രസിഡന്റ് ആവണോ? അവൻ ചിരിക്കുന്നു. അഭിഷക്തനാവണോ? നിനക്ക് അഭിഷക്തനാവണോന്ന് കർത്താവിന് വേല ചെയ്യണോ? നിന്നെ ചെയ്യിപ്പിക്കും നിന്നെ. ആലോചന കിടക്കുക നിന്നെ മേൽ. സ്തോത്രം. അപ്പോ കുഞ്ഞുങ്ങൾക്ക് കാനഡയിൽ പോയി സെറ്റിൽ ആകുന്നതിനും USA പോയി സെറ്റിൽ ആകുന്നതിനും ഒന്നും, സിറ്റിസൺ കിട്ടുന്നതിനൊന്നും കേഫയാകണ്ട, എന്തായാ മതി. സ്തോത്രം. പക്ഷെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന പേരിന് നീ അർഹനാകണമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ശീമോൻ ഇവിടെ പൊട്ടി വീഴണം. നിന്റെ ശീമോൻ ഇവിടെ പൊട്ടി വീഴണം. ഇന്ന് രാത്രി കരയുന്ന എത്ര മാതാപിതാക്കളുണ്ട്? കർത്താവ് എൻ്റെ കുഞ്ഞിനെ ഡോക്ടറാക്കിയില്ലേലും ശീമോനായി നിൽക്കാൻ നീ അനുവദിക്കല്ലേ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന അനുഗ്രഹനായൊരു ദൈവദാസനുണ്ട്. കർത്താവിൻ്റെ ദാസൻ മിഷൻ ഫീൽഡുകളിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സാജു മാത്യു ചായൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയത്തില്ല. അനുഗ്രഹനായ അഭിഷക്തനാണ് സാജു മാത്യു. കുറിയന്നൂര അദ്ദേഹത്തിൻ്റെ സ്ഥലം. അദ്ദേഹത്തിൻ്റെ പല സീഡുകളിലും എന്നെ ഒത്തിരി രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം തനിക്ക് ദൈവം കൊടുത്ത 2 കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളാണ്. അദ്ദേഹം പറയുന്നതൊരു കാര്യം ഇങ്ങനെയാണ്, അവർ 2 പേരും ഡോക്ടറായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് അവർ 2 പേരും മീൻ കൊട്ട ചുമന്ന് സ്വർഗത്തിൽ പോകുന്നതാണ്. ഓ, ആ പിതാവിൻ്റെ ദർശനം എത്ര വലുതല്ലേ. ദൈവം തന്ന തലമുറകളെ ലോക സേവനത്തിന് വേണ്ടി വിടുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ നല്ലതാ. പക്ഷെ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ കുഞ്ഞിനെ ഡോക്ടറാക്ക്, എഞ്ചിനീയറാക്ക്, സയന്റിസ്റ്റാക്ക്. പക്ഷേ എൻ്റെ കുഞ്ഞിനെ നിന്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഒരന്തികാല ഉണർവിൻ്റെ അഭിഷക്തനാക്കി എൻ്റെ തലമുറയെ നീ മാറ്റുമോ? ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ 2 പേരെ ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ മോൻ സ്കൂളിൽ പോകുമ്പോൾ അവൻ എൻ്റെ അടുക്കലോടി വരും പ്രാർത്ഥിക്കുവാൻ. എൻ്റെ മോള് 3 വയസ്സേ ഉള്ളൂ, രണ്ടാമത്തത്. അവൾ നഴ്സറി അംഗൻവാടി വിടുന്നവളെ, അവളും അടുക്കൽ വരും പ്രാർത്ഥിക്കുവാൻ. ഞാൻ അവളെ തലയിൽ കൈവച്ച് 2 പേരും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എനിക്കിവർക്ക് വേണ്ടി സമ്പാദിക്കാനൊന്നുമില്ല, ഇവർക്ക് വേണ്ടി കൊടുക്കാൻ എനിക്കൊന്നുമില്ല. പക്ഷേ ഞാൻ വിശ്വസ്തയോടെ നിൻ്റെ വചനം എടുക്കുക, അത് വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിവർ ഡോക്ടറാകണമെന്നോ എഞ്ചിനീയേഴ്സ് ആകണമെന്നോ ആഗ്രഹമില്ല. കർത്താവേ എൻ്റെ കണ്ണടയുന്നതിന് മുമ്പേ നിനക്ക് പറ്റുമോ ഇവരെ അഭിഷക്തരാക്കാൻ? ഇന്ന് രാത്രിയിൽ തകരുന്ന ചില ഹൃദയങ്ങൾ ഇതിനകത്തുണ്ട്. ദൈവമക്കളെ, എന്നെ പോലെ ആർക്കും വേണ്ടാതെ ശപിക്കപ്പെട്ട എന്നെക്കാളും ശ്രേഷ്ഠന്മാരായ നിങ്ങളുടെ നടുവിൽ നിർത്താൻ എൻ്റെ കർത്താവിന് കഴിയുമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്രയധികമായി ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കൊരു യോഹന്നാനായി മാറുവാൻ സാധ്യമായില്ലേലും
ആ യോഹന്നാനെ ജനിപ്പിക്കുന്നൊരു സക്കരയാവും, ആ യോഹന്നാനെ ജനിപ്പിക്കുന്നൊരു എലിസബത്തുമായി മാറാൻ കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ടവർ ഈ ഭൂമിയിലില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചിയുടെ സാക്ഷ്യം കേട്ടു. 5 മക്കൾ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ വാടക വീടാ. ആ വീടിനകത്തും ചോരുന്നുണ്ട്. ആ ദൈവദാസൻ ദീർഘവർഷങ്ങൾ കർത്താവിന് വേല ചെയ്തൊന്നും സമ്പാദിക്കാതെ നിത്യത്തിൽ വിശ്രമിക്കുകയാ. 5 പേരും കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയില്ല. അവർ 5 പേരും ഇന്ത്യക്ക് പുറത്തല്ല, ഇന്ത്യക്കകത്താ. ഉൾഗ്രാമങ്ങളിൽ കർത്താവിന് വേല ചെയ്ത 5 പേർ. ഞാൻ അമ്മച്ചി കണ്ട് ദൈവത്തെ സ്തുതിച്ചു. എത്ര ഭാഗ്യമുള്ളൊരു മാതാവാ. നിങ്ങളുടെ മക്കൾ 5 പേരും അമേരിക്കയിൽ ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ ഞാൻ കർത്താവിൽ സന്തോഷിക്കും 5 പേരും കർത്താവിൻ്റെ വേലയിൽ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ. എൻ്റെ കാഴ്ചപ്പാടാതാ ദൈവമക്കളെ. എനിക്ക് ദൈവം തന്ന കാഴ്ചപ്പാടാതാ. ആ കാഴ്ചപ്പാടിലെ കൃപയാൽ ഇന്നുവരെ നിൽക്കുന്നത്. പണമുണ്ടോ? നല്ലതാ. പക്ഷെ പണമുണ്ടോ? നീ ആത്മികനല്ലയോ? നീയുമായി കൂട്ടില്ല. അതിൽ കുറഞ്ഞുള്ള സുഖവും നന്മയൊക്കെ മതി എനിക്ക്. എപ്പാ നീ സാധുവാണോ? 1 രൂപ ഇല്ലയോ? എൻ്റെ കൈ നിന്റെ തോളയിലുണ്ട്. രക്തത്താൽ ജയമെടുക്കുകയാ. ഇന്ന് രാത്രിയിൽ ഒന്നും നടന്നില്ലേലും കാഴ്ചപ്പാടൊന്ന് തിരിയട്ടെ. കാഴ്ചപ്പാടുകളും മാറട്ടെ. ദൈവത്തിൻ്റെ പൈതലെ, രക്തത്താൽ ജയമെടുക്കുകയാ. ഹല്ലേലൂയ. ശീമോന്റെ ഹൃദയം തകർന്നു. അവന്റെ ഹൃദയം പിടഞ്ഞു. കർത്താവേ, ഞാൻ യോഹന്നാന്റെ മകനായി ശീമോനായി ജീവിച്ചിട്ടും നീ എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി, എന്നെ നിലനിർത്തി, എന്നെ നടത്തി. അവൻ്റെ ഹൃദയം തകരുവാനുള്ള പ്രധാനപ്പെട്ട ദൂതുകളാണ് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ 21 ആഴമായ ഒരു തകർച്ചയ്ക്ക് ദൈവശബ്ദത്തിന് മുമ്പിൽ വിധേയപ്പെടാനൊരു ഭാഗ്യം ആ മനുഷ്യന് കിട്ടി. ഇന്ന് രാത്രിയിലും പറവോന്റെ ഹൃദയം പോലെ ഹൃദയത്തെ കഠിനമാക്കരുത്. സമർപ്പിക്ക്. കർത്താവേ, ഒരു തകർച്ച എനിക്ക് തരണേ. എന്ത് കേൾക്കുമ്പോൾ? നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ പരാജയത്തെ ഓർത്ത്, എൻ്റെ വീഴ്ചയെ ഓർത്ത്, എൻ്റെ തോൽവി ഓർത്ത്, എൻ്റെ ദർശന മൂല്യമില്ലായ്മ ഓർത്ത്, എൻ്റെ കാഴ്ചപ്പാടില്ലായ്മ ഓർത്ത് ഇന്ന് രാത്രിയിൽ എൻ്റെ ഉള്ളം തകരുന്നു. യോഹന്നാൻ 21 തകർക്കപ്പെട്ട ശീമോനെ തള്ളിക്കളയുവാൻ സ്വർഗത്തിന് മനസ്സു തോന്നിയില്ല. സുവിശേഷത്തിൽ നിന്ന് ചരിത്ര പുസ്തകത്തിലേക്ക് കർത്താവ് അവനെ മാറ്റി. അപ്പോസ്തല പ്രവൃത്തി 2 നമുക്കറിയുന്ന ഭാഗമാണ്. 2-ാമത്തെ അധ്യായം എന്തിനെ വെളിപ്പെടുത്തുന്നു? യോവേൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിൻ്റെ നിവർത്തി. യോവേൽ തൊടാൻ എനിക്ക് സമയമില്ല, ഞാൻ തൊടുന്നില്ല, സമയം മുൻപോട്ട് പോവുകയാണ്. യോവേൽ പ്രവാചകനിൽ പ്രവചിച്ച പ്രവചനത്തിൻ്റെ നിവർത്തി. എന്താ യോവേലിന്റെ പ്രവചനം? അല്ല, അതിനു ശേഷം. അതാ നമ്മുടെ ദൂത്. 2 ദിവസം എടുക്കേണ്ട സബ്ജക്റ്റാ. അതിനു ശേഷം, ആഫ്റ്റർ ദിസ് ദാറ്റ്, സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകർച്ച നടക്കണോ? അതിനു മുമ്പിട്ട് എന്തോ നടക്കണം. അതെന്താ നടക്കേണ്ടത് സഹോദരിമാരെ? യോവേൽ 2:12-13 വായിക്കണ്ട. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിലേക്ക് അടുക്കുവിൻ. അതൊന്ന് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. വസ്ത്രങ്ങളെയല്ല, പുറമെയുള്ള ബാഹ്യ പ്രകടനമല്ല, പുറമെയുള്ള ബാഹ്യ പ്രതികരണമല്ല, വസ്ത്രങ്ങളെ അല്ല. കീറേണ്ടത് ഏതാ? തകരേണ്ടത് ഏതാ? പഴയ നിയമ പ്രവാചകന് കിട്ടിയ വെളിപ്പാടാ. എന്താ? ബാഹ്യ പ്രകടനം കൊണ്ട് ഒന്നും നടക്കത്തില്ലെന്ന്, ആന്തരിക തകർച്ച നടക്കണമെന്ന്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവമായ യഹോവയിലേക്ക് അടുക്കണം. ഈ പ്രവചനത്തിന്റെ നിവർത്തിയാ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വെളിപ്പെട്ടു വന്നത്.
അപ്പോസ്തലപ്രവൃത്തി 2 ആത്മപകർച്ച സഭയ്ക്കകത്ത് വെളിപ്പെടുകയാ. ഇന്ന് ദൈവസഭകളിൽ ആത്മപകർച്ചയുണ്ടോ? അന്യഭാഷയുണ്ടോ? ഉണ്ട്. കയ്യടി ഉണ്ട്. ആരാധന ഉണ്ട്. സ്തോത്രം ഉണ്ട്. സ്തോത്രകാഴ്ച ഉണ്ട്. കൺവെൻഷൻ ഉണ്ട്. കൂട്ടായ്മ ഉണ്ട്. ആത്മപകർച്ചയോ ഉണ്ട് പാസ്റ്ററെ. എവിടാ? നോട്ടീസിൽ ആത്മപകർച്ച 2015, ആത്മപകർച്ച 2016 നോട്ടീസിലുണ്ട്. പക്ഷെ എവിടില്ല? ആത്മപകർച്ച ഉണ്ടോ? ഇല്ലെന്ന് സ്ഥിരീകരിക്കാൻ ഞാൻ 1 മണിക്കൂർ ഇരിക്കാമോ? പറ്റത്തില്ലല്ലേ? വേണ്ട, 10 മിനിറ്റ് കൊണ്ട് ഞാൻ സ്ഥിരീകരിക്കാം ആത്മപകർച്ച ഉണ്ടോ എന്ന്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും മേലോട്ട് നോക്കിയിരിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ കുനിഞ്ഞിരുന്നുറങ്ങും. നിങ്ങളുടെ യൗവനക്കാർ ഇന്റർനെറ്റ് ദർശിക്കും എന്നൊന്നുമല്ല പുസ്തകത്തിൽ എഴുതിയേക്കുന്നേ. ആത്മപകർച്ച നടന്നാൽ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും, ഇവിടുത്തെ പുത്രന്മാരെന്തോ പ്രവചനല്ലേ, പ്രവചനം കൊണ്ടിരിക്കാൻ വയ്യ. വൃദ്ധന്മാർ ദർശനങ്ങളെ ഉണ്ട്. ഭാഷ ഇടക്കിടയ്ക്ക് 10 മിനിറ്റ് കണ്ണടയ്ക്കും, ഭയങ്കര ദർശനമാണ്. ആ ദർശനമല്ല. യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ആത്മപകർച്ച ഉണ്ടോ? സ്തോത്രം. സഭ ഇന്ന് വളർച്ചയിലല്ല, വരൾച്ചയിലാണ്. ബാക്കിയെല്ലാം ഉണ്ട്. സൗണ്ട് സിസ്റ്റം ഉണ്ട്. കഴിഞ്ഞ ദിവസം ബോംബെയിൽ നിന്ന് ഒരു അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ ഞങ്ങളുടെ സഭ ഭയങ്കര വളർച്ചയില്ല. ഞാൻ പറഞ്ഞു, എന്താ അച്ഛാ കാര്യം? പാസ്റ്റർ വന്നിട്ടുണ്ടല്ലോ ഞങ്ങളുടെ ചർച്ചിൽ. ഉണ്ടേ. എന്താ കാര്യം? ഞങ്ങളുടെ ചർച്ച് ഞങ്ങളിപ്പോൾ സെൻട്രൽ ആക്കി. ഞാൻ രസകരമായിട്ട് പറഞ്ഞു, എൻ്റെ സ്നേഹിതൻ അച്ചായൻ, ഞാൻ പറഞ്ഞു, അച്ഛാ സന്തോഷമുണ്ട്. നേരത്തെയൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ വീശിക്കൊണ്ടുറങ്ങണമായിരുന്നു, ഇനി വീശാതിരുന്ന് ഉറങ്ങാമല്ലോ. സഭ വരൾച്ചയിലാണോ അതോ വളർച്ചയിലാണോ? സഭ വരൾച്ചയിലാ. 1 രാജാക്കന്മാർ 17:7 വായിക്കണ്ട. ദേശത്ത് മഴ പെയ്യാകിയാൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ തോട് വറ്റിപ്പോയി. തോട്ടിൽ എന്തില്ല, സഭയിൽ എന്തില്ല? എന്താ കാര്യം? മഴ പെയ്യുന്നില്ല. എന്താ മഴ? ആത്മാവിന്റെ മഴ. ആത്മാവിന് മഴ പെയ്യണമെങ്കിൽ 7:15 വന്ന് 8:30 പോയെന്ന് ആത്മാവിന് മഴയൊന്നും പെയ്യത്തില്ല. സ്തോത്രം. പോയല്ലോ, പോവും. പിന്നെ പക്ഷേ ഞങ്ങൾ 7 ഒന്ന് പ്രാർത്ഥിച്ച് ആത്മാവിന് മഴയൊന്നും പെയ്യരുത്. യഹോവയെ കാത്തിരിക്കുന്നവൻ, പറഞ്ഞാട്ടെ, കുത്തിയിരിക്കുന്നവനെന്നല്ല. ഞങ്ങളിപ്പോൾ 21 ദിവസം ഫാസ്റ്റ് നടത്തുന്നത് എന്തിനാണെന്നറിയോ? ഞങ്ങൾക്ക് ഓടനാവട്ടത്ത് സ്വന്തമായൊരു സ്ഥലം തരാൻ അല്ല, നല്ലൊരു ഹോള് തരാൻ അല്ല, എല്ലാവർക്കും കാറ് കൊടുക്കാൻ അല്ല. കർത്താവേ, എൻ്റെ ചർച്ചിലുള്ള ഈ സാധുക്കളെല്ലാവരും അഭിഷേകം പ്രാപിക്കണേ. ഞാൻ ആദ്യമായി എന്നെ പ്രസ്ഥാനപ്പെടുത്തിയ സഹോദരനുണ്ട്, ബ്രദർ അരവിന്ദാഷൻ, ചെട്ടിയാർ ഗ്രൂപ്പിൽ നിന്ന് വന്നതാ. അരവിന്ദാഷൻ്റെ സമർപ്പണമൊക്കെ പ്രസംഗിക്കാൻ എനിക്കങ്ങ് നിന്ന് ഭയങ്കര ആവേശമാണ്. ഉപവാസപ്രാർത്ഥന വരിക. കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. ഒറ്റയ്ക്ക് ഓട്ടോറിക്ഷയുമായിട്ട് 10-15 കിലോമീറ്റർ ഓടി അദ്ദേഹം ചർച്ച വരുന്നേ. പലരെയും അദ്ദേഹം കൊണ്ടുവിടുന്നതൊക്കെ ആ ഓട്ടോറിക്ഷയിൽ. ഭാര്യയില്ല, 2 കുഞ്ഞുങ്ങളുണ്ട്. ആ ചർച്ചിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നൊരു മനുഷ്യനാണ്. പക്ഷേ ആ ചർച്ചിലെ പാസ്റ്റർക്ക് ഒരു ഭയങ്കര തണുപ്പാണ്. എൻ്റെ മുഖം വാടിയാൽ ആരാധന കഴിഞ്ഞ് പോകത്തില്ല, ഇങ്ങനെ കറങ്ങി നിൽക്കും. എന്നിട്ട് ചോദിക്കും, എന്തോ ഒരു വിഷമം, എന്താ ഒരു വിഷമമെന്ന്. ഞാൻ പറഞ്ഞു, ബ്രദർ, നിങ്ങൾ എത്രയും ദൂരെ നിന്ന് ഓട്ടോ ഓടിച്ച് വരണം, ഒരു കാര്യം ചെയ്യും, ഒരു ബൈക്ക് എടുക്കുക. ബൈക്ക് എടുത്താൽ ഇത്രയും ഒത്തിരി പെട്രോൾ അടിക്കണ്ടല്ലോ, അത്യാവശ്യം എല്ലായിടത്തും ഓടി വരാം. എന്നാൽ പിന്നെ ശരി എന്നൊക്കെ പറഞ്ഞ് പുള്ളി ബൈക്ക് എടുക്കാനായിട്ട് ആഗ്രഹിച്ചു കുറേ നാളായിട്ട്.
ഓടിക്കിട്ടിയ പൈസയൊക്കെ ഇങ്ങനെ മാറ്റി വെച്ച് 10,000 രൂപയൊക്കെ അങ്ങോട്ടാക്കി. കഴിഞ്ഞ ആഴ്ച എൻ്റെ കൈ കൊണ്ട് വരിക, പക്ഷേ ഒരു ഓഫറിങ്ങാ, ഞാൻ ബൈക്ക് എടുക്കുന്നില്ല, പ്രാർത്ഥന നടക്കട്ടെന്ന്. എന്തോ സ്തോത്രം. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു 21 ദിവസം അൾസർ എനിക്കുണ്ട്, എങ്കിലും ഞാൻ ഓട്ടം ഒന്നും ഓടാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എനിക്ക് 21 ദിവസം ഉപവസിച്ച് അഭിഷേകം ഒന്ന് പ്രാപിക്കണം, ദൈവശക്തി ഒന്ന് പ്രാപിക്കണം. നിന്റെ തലമുറയുടെ വരൾച്ച മാറട്ടെ, വരൾച്ച മാറട്ടെ. വരൾച്ച അപകടമാ, ആത്മീക വരൾച്ച അപകടമാ. അത് മാറണം, ആത്മാവിന്റെ മഴ പെയ്യണം. സ്തോത്രം. ശ്രദ്ധിക്കണം നിങ്ങൾ, ശരിക്കും ഒരു മഴ പെയ്താൽ സംഭവിക്കുന്നത് കെട്ടിക്കിടക്കുന്ന അഴുക്കും വേസ്റ്റും വെള്ളവും എല്ലാം ഒഴുക്കപ്പെട്ടൊരു ശുദ്ധീകരണം നടക്കും. കൊച്ചിൻ്റെ കെട്ട് പൊട്ടാൻ ഉപദേശി തലയ്ക്ക് വെച്ച് ആട്ടിയാ പൊട്ടില്ല, ആത്മാവിൻ്റെ മഴ പെയ്യണം. മഴ പെയ്താൽ ഒത്തിരി ഗുണമുണ്ട്. പ്രസംഗിക്കാൻ സമയമില്ല എനിക്ക്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അഭിഷേകം പ്രാപിച്ചതാണോ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെന്തെങ്കിലും ശ്രമം നടത്താറുണ്ടോ? സ്തോത്രം. അതെങ്ങനെയാ ഭാഷ? ഞങ്ങൾ അവരോട് പറയുന്നത് ഞങ്ങൾ ഇതുവരെ പ്രാപിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ഞങ്ങളുടെ പിള്ളേരോട് പറയുന്നേ? സമയമില്ലാത്തോട് വിശദീകരിക്കുന്നില്ല. ദേശത്ത് മഴ പെയ്യാത്തതിനാൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ തോട് വറ്റിപ്പോയി, ദേശം വരൾച്ച തീരാൻ തുടങ്ങി. അപ്പോൾ ആത്മപകർച്ച സഭയിൽ നഷ്ടപ്പെട്ടു. യെശയ്യാപ്രവചനം 32:15 ഉയരത്തിൽ നിന്ന് ശക്തി വരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി മാറും. ഒരു കാലഘട്ടത്തിൽ ഉദ്യാനമായിരുന്ന സഭ ഇന്ന് എന്തായി? ആരാധനയുണ്ടോ? പാട്ടുണ്ടോ? സ്തുതിയുണ്ടോ? അഭിഷേകമുണ്ടോ? ഒരു കാലഘട്ടത്തിൽ ഉദ്യാനമായിരുന്നതാ ഇന്ന് മരുഭൂമിയായി. ആത്മീക ജീവിതത്തിലെ മരുഭൂമി ഇരുപ്പ് കണ്ടാൽ അറിയാം, വരവ് കണ്ടാൽ അറിയാം, ആരാധന കണ്ടാൽ അറിയാം. ഇറങ്ങിത്തിരിച്ചപ്പോൾ എന്തായിരുന്നല്ലേ? 7 മണിക്ക് ആരാധനയാണെങ്കിൽ കുറഞ്ഞ 6:45 വന്നിരുന്നുള്ള പ്രാർത്ഥന, അന്യഭാഷ ആരാധന, ഗ്ലോറി, പ്രൈസ്തലോട് സ്തുതി എല്ലാം. ഇന്നോ വരൾച്ച, എല്ലാത്തിനും എല്ലാം ഉണ്ട് ഭാഷ. പിന്നെന്തിനാ കുഞ്ഞേ? എല്ലാത്തിനും എല്ലാം ഉള്ളപ്പോഴാണ് നീ ഉപവസിക്കേണ്ടേ, അല്ലാതെ വയറ്റി അൾസർ കയറുമ്പോഴല്ല. ICU വാടി അച്ചാൻ കിടക്കുമ്പോൾ പുറത്തും തലയും ചൊറിയാതെ ഓൾനൈറ്റ് അടിക്കരുത്. ICUവിന്റെ വാർഡിലല്ല, ഓൾനൈറ്റ് നല്ല ആരോഗ്യത്തോടെ വീട്ടുകാരിയ്ക്കുമ്പോൾ ഓൾനൈറ്റ് എടുക്കണം. ഓൾനൈറ്റ് എടുക്കാനൊക്കെ നമ്മൾ അറിയില്ലാത്തവരെ എടുപ്പിക്കാറുമുണ്ട്. പലരെ ICUവിന്റെ വാർഡിൽ കൊണ്ട് തീർത്ത് അടിപ്പിക്കുന്നത് ഓൾനൈറ്റാ. തലയും ചൊറിഞ്ഞ് കിടക്കുക, അങ്ങോട്ട് ഇരിക്കാൻ പറ്റുമോ നിൽക്കാൻ പറ്റുമോ ഒന്നും പറ്റില്ല. ടെൻഷൻ, അകത്ത് അച്ചാൻ തീരുവോ തട്ടിപ്പോവോ ജീവിക്കുവോ ആർക്കറിയാം. ഡോക്ടർ വിളിക്കും, മരുന്ന് മേടിച്ചു കൊടുക്കണം, പുറത്ത് നിൽക്കുക. ഓൾനൈറ്റാ. സമയത്തിന് ചായ കുടിക്കുന്നില്ല, സമയത്തിന് ഫുഡ് കഴിക്കുന്നില്ല, ഒരു കൊളസ്ട്രോളും ഇല്ല, ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല, അൾസറും ഇല്ല, ലൂസിഫറും ഇല്ല, ഒന്നുമില്ല. അല്ലാത്തപ്പോൾ എല്ലാ പ്രശ്നം 1 മണിക്ക് മീറ്റിംഗ് നിർത്തണം, അല്ലെങ്കിൽ വിറയ്ക്കും. എന്താ? ആഹാരം കഴിച്ചില്ലെങ്കിൽ. ദൂത് മനസ്സിലായില്ലല്ലേ? എൻ്റെ മാതൃസഭ IPC മാതൃസഭയിൽ ഇങ്ങനെ വിറയ്ക്കുന്നൊരു അച്ഛനുണ്ടായിരുന്നു. കൃത്യം 1 മണിക്ക് ആഹാരം കഴിച്ചില്ലെങ്കിൽ വിറയ്ക്കും. അച്ഛൻ്റെ അനിയന് പെട്ടെന്ന് അസുഖം ഉണ്ടായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. രാവിലെ അച്ഛൻ വേറെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് 9 മണിക്ക് പോയതാണ്. വൈകിട്ട് 5 മണിക്ക് ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ അവിടെ നിൽപ്പുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അച്ഛൻ നിൽക്കുക. എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ കയ്യെ നോക്കി, ഒരു വിറയിലും ഇല്ല. ഞാൻ ചോദിച്ചു, ജോണച്ചാ വല്ലതും കഴിച്ചോ അച്ഛാ, കുടിച്ചോ അച്ഛാ? ഒന്നും വേണ്ട അച്ഛാ. ഞാൻ നോക്കി, ഒരു വിറയിലും ഇല്ല. അപ്പം അതിന് പറയുന്നതാണ് അഹങ്കാരം. പറഞ്ഞാട്ടെ. പിള്ളേരെയൊക്കെ ഉപവസിച്ച് പഠിപ്പിക്കണം. തിന്നടാ, കുടിക്കടാ പാല്, തിന്നടാ മുട്ട, 2 ഏത്തപ്പഴം കൂടെ തിന്നടാ, കൊടുക്കങ്ങോട്ട്, കൊഴുക്കട്ടങ്ങോട്ട്, കൊഴുത്തങ്ങോട്ട് കയറട്ടത്, കൊളസ്ട്രോൾ എല്ലാം കൂടെ. ഈ കഴിക്കുന്ന ഫാറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ദൈവമക്കളെ. സ്തോത്രം. ആത്മപകർച്ച സഭയിലില്ല. ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഉദ്യാനം മരുഭൂമിയായി. അവസാനിപ്പിക്കുക.
അപ്പോസ്തല പ്രവൃത്തി 2 പ്രവചന നിവൃത്തി എന്ന വണ്ണം ആത്മപകർച്ച നടന്നു. എവിടെയായി പകർച്ച നടക്കുന്നറിയോ? മർക്കോസിന്റെ മാളികമുറി. മാളികമുറിക്കകത്ത് ആത്മപകർച്ച വെളിപ്പെടുകയാണ്. അതിനു മുൻപ് ആത്മപകർച്ചയ്ക്കായി പലരെയും ദൈവാത്മ ഒരുക്കി. അതിൽ ഒരു വ്യക്തിയാ നമ്മൾ ചിന്തിക്കുന്ന ചിന്താവിഷയമായ ശിമോൻ പത്രോസ്. യോഹന്നാൻ 21-ാം അധ്യായത്തിൽ ഒരു തകർച്ചയ്ക്കായി ഏൽപ്പിക്കപ്പെട്ടവൻ, തകർച്ചയുടെ ഭാഗമായവനെ അപ്പോസ്തല പ്രവൃത്തി 2 ഒരു പകർച്ചയുടെ ഭാഗമാക്കാൻ ദൈവം തീരുമാനിച്ചു. തകർച്ച നടക്കാതെ പകർച്ചയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ. മർക്കോസിന്റെ മാളിക മുറിയിൽ കയറുന്ന ആ വ്യക്തിയെ ഒന്ന് കണ്ടേ. ബാക്കി എല്ലാവരും വിട്ടേരെ. ആ വ്യക്തിയെ ഒന്ന് കണ്ടേ. മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് കയറുക. ആരാ കയറുന്നേ? യോഹന്നാന്റെ പുത്രനായ. മർക്കോസിന്റെ മാളിക മുറിയിൽ കയറുമ്പോഴും ഇവൻ ആരാ? ശ്രദ്ധിക്കണേ, ഇവൻ ആരാ? ശിമോന. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ആ ശിമോന് തകരുന്നൊരു ഹൃദയവുമായിട്ട് അപ്പൊ കയറുന്നേ, ഒരു കണ്ണുനീരുമായിട്ടാ കയറുന്നേ. തകർച്ചയുടെ ഭാഗമായി മർക്കോസിന്റെ മാളിക മുറിക്കകത്തേക്ക് കയറിയ മനുഷ്യൻ ആത്മാവ് തന്റെ പകർച്ച അയച്ചപ്പോൾ ആ പകർച്ച അവന്റെ മേലും ആത്മാവ് പകർന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തി 2 മാളിക മുറിയിൽ നിന്ന് ആ മനുഷ്യൻ പുറത്തു വന്നത് കേറിയ ശീമോനായിട്ടല്ല, കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ കേഫ. എന്തു നടന്നവിടെ? എന്താ നടന്നത്? നടന്നത് ഇത്രയേ ഉള്ളൂ. കേറിയത് ശീമോന. വെളിപ്പെട്ട ആത്മാവിന്റെ പകർച്ചയ്ക്ക് മുമ്പിൽ അവൻ അതുവരെ അവനെ മേൽ വാദിച്ചും വ്യാപരിച്ചും പിൻപറ്റി നിന്ന ശീമോന്റെ മേഖലകൾ പൊട്ടിയിട്ട് അവനിന്റെ അകത്ത് കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു കേഫ പുറത്തു വന്നു. കേറിയത് ശീമോൻ, ഇറങ്ങിയത് കേഫ. ഇടയിൽ നടന്നത് പകർച്ച. ശീമോൻ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങൾ മുഴുവനും കാണുന്നത് ശീമോൻ. കേഫ എന്ന ഈ വ്യക്തിയെ നമ്മൾ കാണുന്നത് ലേഖനങ്ങളിലാണ്. സുവിശേഷങ്ങളിലെല്ലാം ശീമോൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ലേഖനങ്ങളിലെല്ലാം വായിച്ചു നോക്കിക്കോ. ഒരുപാട് റെഫറൻസ് എൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ നോട്ട് ചെയ്യുന്നവർക്ക് വേണേൽ നോട്ട് ചെയ്യാം. അത്യാവശ്യമായി വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചോണം. റെഫറൻസ് നിങ്ങൾക്ക് തരാം. അവ ശീമോനും അവർ തമ്മിലുള്ള വ്യത്യാസം. 1 Corinthians chapter 9 verse 5, Galatians chapter 1 verse 18, 2 verse 11, 1 Corinthians 9:5, ഗലാത്യർ 1:18, 2:11. വീട്ടിൽ പോയി വായിച്ചോ. അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് ശീമോൻ എന്നല്ല, കേഫ, കേഫ, കേഫ. സുവിശേഷത്തിൽ എല്ലായിടത്തും കാണുന്നത് ശീമോൻ എന്നാണ്. സുവിശേഷത്തിലെ ശീമോനെ പഠിച്ചാൽ നമ്മളിൽ ഈ ശീമോൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. എന്താ സുവിശേഷത്തിലെ ശീമോന്റെ പ്രത്യേകത? ഒന്ന്, സുവിശേഷത്തിലെ ശീമോൻ ഭയമുള്ള ശീമോൻ. ഭയം. ആർക്കു വേണ്ടി നിൽക്കാൻ? യേശുവിന് വേണ്ടി നിൽക്കാൻ ഭയം. അതുകൊണ്ടല്ലേ ഒരു വേലക്കാരത്തോട് ബാലിക്കാരത്തോട് കർത്താവിന് എന്ത് ചെയ്തത്? തള്ളിപ്പറഞ്ഞത്. സ്വന്തം ജീവന് വില കൊടുത്ത് കർത്താവിന്റെ ജീവന് വില കൊടുക്കാത്ത സ്വാർത്ഥതയുടെ പ്രതീകമായ ശീമോൻ, സ്വന്തം ജീവന് വില കൊടുത്തവൻ. ഈ ശീമോനെ പകർച്ചയ്ക്ക് ശേഷം കണ്ടേ. പകർച്ചയ്ക്ക് മുമ്പുള്ള ശീമോനെ പകർച്ചയ്ക്ക് ശേഷം നോക്കിക്കേ. കേഫ. അപ്പോസ്തല പ്രവൃത്തി 4:13 യഹൂദ സമൂഹം അവനെ നോക്കി പറയുന്നു, അവൻ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാൽ. ഇപ്പോ പീരുത്തത്തിന്റെ ശീമോൻ പൊട്ടി, ധൈര്യത്തിന്റെ കേഫ ജനിച്ചു. ശീമോൻ ഉണ്ടോ? യേശുവിന് വേണ്ടി നിൽക്കാൻ ഭയമുള്ളേ? യേശുവിന് വേണ്ടി 2 വാക്ക് പറയാൻ നാണക്കേട് ചിന്തിക്കുന്നവർ ഇന്നുമില്ലേ? പഠിക്കുന്ന കോളേജിൽ, സ്കൂളിൽ ദൈവവേദന എന്ന് പറയാൻ നാണക്കേട്. ഓഫീസിൽ യേശുവിനെ പൈതൽ എന്ന് പറയാൻ നാണക്കേട്. വിശദീകരിക്കുന്നില്ല. എന്താ കാര്യം? ശീമോൻ പൊട്ടിയിട്ടില്ല. ശീമോൻ പൊട്ടി. കേഫ ജനിച്ചപ്പോൾ ധൈര്യത്തോടെ നിന്നു. 2, ശീമോൻ ഉണ്ടോ? ഉണ്ട്. പകർച്ചയ്ക്ക് മുമ്പുള്ള ശീമോനെ ശ്രദ്ധീര. കർത്താവിന്റെ മരണ ഉയർപ്പിന് ശേഷം മീനിനു വേണ്ടി, പകരം ഞാൻ ഓർപ്പിച്ചു, മീനിനെ കുറിച്ചുള്ള ഭാരത്തോടെ മീനിനു വേണ്ടി മാത്രം ഓടുന്ന ശീമോൻ
എങ്ങനെയെങ്കിലും സ്വന്തം വയറ്, സ്വന്തം കാര്യമെന്ന് പറഞ്ഞ് മാത്രം ജീവിതത്തെ മുൻപോട്ട് തള്ളി നീക്കുന്ന ശീമോൻ തൻ്റെ ലേഖനത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയാ, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവൻ ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവനെ മേൽ ഇട്ടുകൊള്ളുവിൻ. ആകുലതകളും ചിന്തകളും എല്ലാം പൊട്ടി മൊത്തവും ദൈവകരത്തിൽ പരമേൽപ്പിക്കത്തക്ക നിലയിൽ സമർപ്പണമുള്ള കേഫ. ആകുലതകളാലും ചിന്തകളാലും മീനിന്റെ ഭാരത്താൽ അസ്വസ്ഥപ്പെട്ട ശീമോൻ പൊട്ടിയിട്ട് ഞെരുക്കവും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും കർത്താവിൽ ട്രസ്റ്റ് ചെയ്യുന്ന കേഫ. ശീമോൻ ഉണ്ടോ? ഉണ്ട്. 3, പ്രാർത്ഥിക്കാൻ യേശു ശീമോനെ പ്രാർത്ഥിക്കാൻ യേശു പലപ്പോഴും കൊണ്ടുപോയ സമയത്തും പ്രാർത്ഥിപ്പാൻ കഴിയാതെ ഉറങ്ങി 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 വീഴുന്ന ശീമോൻ. ശീമോൻ ഉറങ്ങണമെങ്കിൽ ഒറ്റ കാര്യം കർത്താവ് പറഞ്ഞാൽ മതി, ശീമോനെ പായിടടാ പ്രാർത്ഥിക്കാം, ഉറങ്ങും. അങ്ങനെയുള്ളവരുണ്ട്, ഇന്നുമുണ്ട്. വീട്ടിൽ ആവശ്യമില്ലാതെ വന്ന് എന്ത് വർത്തമാനവും ആരുടെ കാര്യവും പറയാനായിട്ട് വീട്ടിൽ വന്നിരിക്കുന്നവരെ ഓടിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ചാക്കോച്ചാ നമുക്ക് ഇച്ചിരി നേരം പ്രാർത്ഥിക്കാം അച്ഛാ, അച്ചാൽ അപ്പോഴേ ഓടും. ലീലാമേ ഇച്ചിരി നേരം പ്രാർത്ഥിക്കാടി, ലീല അവിടെ ഒടി പോലും കാണത്തില്ല. പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ഉറങ്ങുന്ന ശീമോൻ. പക്ഷെ പകർച്ചയ്ക്ക് ശേഷമുള്ള കേഫെ നോക്കിയേ. പകൽ 6 മണി നേരം വെൺമാടത്തിൽ ആരും പറഞ്ഞില്ല പ്രാർത്ഥിക്കാൻ കയറുക. കണ്ടോ, പ്രാർത്ഥനാ ജീവിതമുള്ള കേഫ. അടുത്തത് ശീമോൻ ഗത്സമനത്തോട്ടത്തിൽ കർത്താവിന്റെ കൂടെ നിന്നിട്ടും മഹാപുരോഹിതനായ മൽക്കോസിന്റെ കാത് ഉറയിൽ മറച്ചു വെച്ച വാളെടുത്ത് വെട്ടുവാൻ താല്പര്യം കാണിച്ച ശീമോൻ, വാൾപ്രയോഗം നടത്തുന്ന ശീമോൻ, ജഡപ്രകാരമുള്ള യുദ്ധം നടത്തുന്ന ശീമോൻ, അവൻ കേഫയായപ്പോൾ ജഡപ്രകാരമുള്ള യുദ്ധം അവസാനിച്ചു. വാളെടുക്കേണ്ടതിന് പകരം അവൻ വചനമെടുക്കാൻ തുടങ്ങി. വാളെടുക്കേണ്ടതിന് പകരം അവൻ വചനമെടുക്കാൻ തുടങ്ങി. ജഡപ്രകാരമുള്ള പോരാട്ടം അവസാനിപ്പിച്ച് ആത്മീക യുദ്ധത്തിനായി ഒരുങ്ങുന്ന കേഫ. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പോകും ലിസ്റ്റ് അവസാനിപ്പിക്കുക. ശീമോൻ ഉണ്ടോ നമ്മളിൽ? വർഷം 3.5 ശീമോൻ ഉണ്ടോ? വർഷം 10 ശീമോൻ ഉണ്ടോ? ഇന്ന് രാത്രിയിൽ ഈ ശീമോൻ ഉടയട്ടെ, ഈ ശീമോൻ പൊട്ടട്ടെ, കേഫ പുറത്തു വരട്ടെ. അത് സംഭവിക്കണമെങ്കിൽ എന്തു നടക്കണം? ആത്മപകർച്ച നടക്കണം. ഇന്ന് രാത്രിയിൽ എത്ര പേർ അതിന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ആത്മപകർച്ചയ്ക്കായി ഒരുക്കപ്പെട്ടവൻ. ചരിത്രം പറയുന്നത് ശീമോൻ പത്രോസ് എന്ന് പറയുന്ന കേഫ, അവൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായെന്ന. അവൻ കർത്താവ് ക്രൂശിക്കപ്പെട്ടതുപോലെ അവനെ ക്രൂശിക്കുവാൻ യഹൂദൻ പടയാളികൾ ചിന്തിച്ചപ്പോൾ അതിനുപോലും താല്പര്യം പ്രകടിപ്പിക്കാതെ ഞാനൊരു നീചനും പാപിയുമാണ്, അതുകൊണ്ട് കർത്താവ് ക്രൂശിക്കപ്പെട്ടതുപോലെ എനിക്ക് ക്രൂശിക്കപ്പെടാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞവരെ തലകീഴായി ക്രൂശിച്ചെന്ന് ചരിത്രം പറയുന്നു. കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി മാറുവാൻ ഏൽപ്പിക്കപ്പെട്ടവൻ. അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ 8 വരെയുള്ള അധ്യായത്തിൽ, 7 വരെയുള്ള അധ്യായത്തിൽ യഹൂദന്മാർക്കും 8-ാം അധ്യായത്തിൽ, ശബരിയയ്ക്കും 11-ാം അധ്യായത്തിൽ ജാതികൾക്കും വേണ്ടി ഉപയോഗിക്കപ്പെട്ട കേഫ. ഇരുന്നിരുന്ന് തുരുമ്പുകേറി അവസാനിച്ച കേഫയല്ല. അവൻ ഉപയോഗിക്കപ്പെട്ട് തേഞ്ഞ് കർത്താവിന് വേണ്ടി അവസാനിക്കപ്പെട്ട കേഫ. സുവിശേഷത്തിലെ ശീമോൻ പിശാചിന്റെ ആയുധമായപ്പോൾ, അപ്പോൾ ആമേൻ, അതിന് ശേഷമുള്ള ആത്മപകർച്ചയ്ക്ക് ശേഷമുള്ള കേഫ കർത്താവിന്റെ ആയുധമായി. സുവിശേഷത്തിലെ ശീമോന് യേശു പ്രയോജനമായപ്പോൾ അതിനുശേഷമുള്ള കേഫായിക്ക് അവൻ പ്രയോജനമായി. യേശുവിന് പ്രയോജനപ്പെടുന്ന കേഫയായി. എല്ലാ കണ്ണുകളും രാത്രി അടയട്ടെ. ഒരാത്മപകർച്ച ഇന്ന് രാത്രിയിൽ വെളിപ്പെടുവാൻ അല്ല, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം അല്ല, എൻ്റെ കുടുംബത്തിൽ നടക്കണം അല്ല, എൻ്റെ തലമുറയിൽ നടക്കണം അല്ല, എൻ്റെ ദേശത്ത് നടക്കണം എന്നാഗ്രഹിക്കുന്നവർ നിങ്ങളിലുണ്ടോ? ഇന്ന് രാത്രിയിലും എന്നിൽ വെളിപ്പെട്ടു നിൽക്കുന്നൊരു ശീമോനുണ്ട്, ഉടഞ്ഞു പോകാത്തൊരു ശീമോനുണ്ട്, പുറത്തു വരേണ്ട ഒരു കേഫയുണ്ട്.
ഇന്ന് രാത്രി ആ ഷീമോനുമായി ഞാൻ മടങ്ങുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മാളിക മുറിക്കകത്ത് ആ ഷീമോൻ പൊട്ടി വീഴണം. പ്രാർത്ഥിക്കാൻ കഴിയാതെ നിന്നെ ഉറക്കുന്ന ഷീമോൻ, മത്സരിപ്പിക്കുന്ന ഷീമോൻ, അധികാരമോഹത്തോടെ നിർത്തുന്ന ഷീമോൻ, പാപേൻ ഹല്ലേലൂയ വാളെടുപ്പിക്കുന്ന ഷീമോൻ, ജഡത്തിൽ യുദ്ധം ചെയ്യിപ്പിക്കുന്ന ഷീമോൻ, അവൻ ആകുല ചിന്തകളിട്ട് മനസ്സിനെ തളർത്തുന്ന ഷീമോൻ ഇന്ന് രാത്രിയിൽ ഈ ആരാധനയിൽ ഉണരട്ടെ. കരുതലിനെ കുറിച്ച് ഉറയ്ക്കുന്ന പ്രാർത്ഥനാ പോരാളിയായ വചനമെന്ന വാളെടുത്തു വെട്ടുന്ന, ആത്മാവിൽ യുദ്ധം ചെയ്യുന്ന, കർത്താവിന് വേണ്ടി ധീരതയോടെ നിൽക്കുന്ന ഒരു കേഫ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് പുറത്തു വരട്ടെ. ഒരു സാധാരണ മെസ്സേജ് അല്ല ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എനിക്ക് നിൽക്കാൻ ത്രാണിയുണ്ടായിട്ടോ പറയാൻ ശബ്ദമുണ്ടായിട്ടോ അല്ല ദൈവ മക്കളെ. ഇന്നലെ രാത്രി മീറ്റിംഗ് ഞാൻ വീട്ടിലെത്തുന്നത് രാത്രി 12 മണിക്കോ 1 മണിക്കോ. എൻ്റെ ശരീരത്തിന് വലിയ ബലഹീനതയുണ്ടെങ്കിലും ഇന്ന് രാത്രി ദൈവശബ്ദം നിങ്ങൾക്കൊരു അനുഗ്രഹമാകുന്നെങ്കിൽ അതായിക്കൊള്ളുവാനുള്ള ദൈവ നിയോഗത്തോടെയാണ് അല്പസമയം കൂടെ ഞാൻ നിന്നത്. ഇന്ന് രാത്രിയിൽ ഇവിടെ പുറപ്പെട്ട ശബ്ദം നഷ്ടമാകരുത്. ഒരു ദൂത് ഇന്ന് രാത്രി ഞാൻ അവസാനമായി പറയാം. ശീമോനായി ജീവിച്ചാൽ ഇവിടെ നിനക്കെല്ലാം കിട്ടും, ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കും. പക്ഷെ നിത്യത കിട്ടത്തില്ല. ഉയരത്തിലുള്ളത് കിട്ടണോ? കേഫയായേ പറ്റൂ, കേഫയായേ പറ്റൂ. ഇന്ന് രാത്രിയിൽ കർത്താവ് വന്നാൽ, അല്ല നിന്റെ ജീവിതം ഇന്ന് രാത്രി അവസാനിച്ചാൽ, കർത്താവേ അബ്രഹാം പിതാവിൻ്റെ മടി എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഞാൻ സ്നാനപ്പെട്ടു ശരിയാ, ഞാൻ ചർച്ചിൽ വന്നു ശരിയാ, പക്ഷെ ഇന്നും എന്നിൽ ശീമോനുണ്ട്. എൻ്റെ നിത്യത ഇന്ന് രാത്രി ഞാൻ ഉറപ്പിക്കുന്നു. ദൈവമക്കളോട് ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ നാളെ മീറ്റിംഗ് ഉണ്ടോ, പ്രസംഗിക്കാൻ വേദിയുണ്ടോ എനിക്കറിയില്ല. ഇന്ന് രാത്രി ദൈവം പറയാൻ പറയുന്നു, ഇന്ന് രാത്രിയിൽ എൻ്റെയും നിങ്ങളുടെ നിത്യതയെ നമുക്കൊന്ന് ഉറപ്പിക്കാം. ആ സീറ്റൊന്ന് ഉറപ്പിച്ചാട്ടെ. ഈ ദൂത് കേട്ടുമ്പോൾ, ഈ ശബ്ദം കേൾക്കുമ്പോൾ കരയണമെന്ന് തോന്നുന്നോ? നീ കരഞ്ഞു. ഇന്നും എന്നിൽ ഉടയാത്തൊരു ശീമോനുണ്ട്, ശീമോനുണ്ട്, ശീമോനുണ്ട്. വെള്ളത്തിന്റെ പുറത്തുകൂടെ ഞാൻ നടന്നു, എങ്കിലും ശീമോനുണ്ട്. ക്രിസ്തുവിന്റെ വെളിപ്പാട് കിട്ടി, എങ്കിലും ശീമോനുണ്ട്. മറുരൂപമരയിൽ മഹത്വം കണ്ടു, എങ്കിലും ശീമോനുണ്ട്. അത്ഭുതങ്ങൾക്ക് സാക്ഷിയായി, എങ്കിലും ശീമോനുണ്ട്. സമ്മതിക്കാൻ ആരുണ്ട്? ഈ പകലും രാത്രിയിലും കേട്ട ദൈവശബ്ദത്തിന് മുൻപിൽ ഇന്നും എന്നിലൊരു ശീമോൻ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നാത്മാവ് ഇടപെട്ട ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, കണ്ണുകൾ അടഞ്ഞിരിക്കാം, അങ്ങനെ ഇടപെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാത്രം അവർ വലത് കരങ്ങളെ സ്വർഗത്തേക്ക് ഉയർത്താം. വെറുതെ എല്ലാവരും ഉയർത്തണ്ട. ഈ കേട്ട ശബ്ദത്തിന് മുമ്പിൽ ഇന്നും എന്നിൽ ഉടയാത്തൊരു ശീമോൻ ഉണ്ടെന്ന് ഈ ദൈവശബ്ദത്തിന് മുമ്പിൽ ഞാൻ തിരിച്ചറിയുന്നു എന്ന് ഹൃദയം തുറന്ന് നിലവിളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കരങ്ങൾ മാത്രം ഉയർന്നിരിക്കട്ടെ. കഴിയുമെങ്കിൽ ഒരു നിമിഷം മുഴങ്കാലുമേലൊന്നിരുന്ന്, ആ മുഴങ്കാലുമേലിരുന്ന് ഒരു നിമിഷം കഴിയുമെങ്കിൽ, മുട്ടുവളയുമെങ്കിൽ, മുഴങ്കാലിരിപ്പാൻ സാധിക്കുമെങ്കിൽ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചവർ ആ മുഴങ്കാലുമേലൊന്നിരുന്ന് കർത്താവിനോടൊന്ന് അപേക്ഷിച്ചാട്ടെ. ലോർഡ്, ലോർഡ്, ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ കർത്താവ് ചിലരെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ശരീരത്തെ രോഗിയാക്കുന്ന ചില ശീമോനും രാത്രിയിലകത്ത് പൊട്ടിമാറും. പ്രാർത്ഥിച്ചു എല്ലാവരും അല്പസമയങ്ങൾ. എനിക്കറിയാം സമയം, നിങ്ങളുടെ സമയം 8:30, 8:55. ഐ നോ. പ്ലീസ്, ദൈവത്തിന് ചിലത് നിന്റെ മേൽ ചെയ്യാനുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാമോ? കണ്ണുനീരോട് ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹൃദയം തകർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? വസ്ത്രങ്ങളെയല്ല, കണ്ണുനീരെന്ന് രാത്രി ഉയരട്ടെ, അനുതാപമെന്ന് രാത്രി ഉയരട്ടെ, നിലവിളിയും രാത്രി ഉയരട്ടെ.
സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള ഓരോ മീറ്റിങ്ങും ആത്മപകർച്ചയുള്ള മീറ്റിംഗ് ആകട്ടെ, ആത്മപകർച്ച വെളിപ്പെടുന്ന മീറ്റിംഗ് ആകട്ടെ. ഇതിനകത്ത് വരുന്ന ഒറ്റ ശീമോന്മാരായി പോകാതെ കേഫയായി പുറത്തു വരാൻ ആത്മാവിട വരുത്തണം. അക്കരങ്ങളെയും അടിച്ചും രാത്രിയിൽ, അക്കരങ്ങളെയും തട്ടിയും രാത്രിയിൽ ദൈവത്തെ അല്പസമയങ്ങൾ ശക്തിയോടെ ആരാധിക്കട്ടെ. സ്തോത്രം സ്തോത്രം. ദൈവജനമേ, നമുക്ക് വീണ്ടും കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് സന്ധ്യാസമയം ആഴമുള്ള ദൈവശബ്ദം, ദൈവത്തിൻ്റെതായ ദൂത സ്തോത്രം ഹല്ലേലൂയ ദൈവവചനം ശ്രദ്ധിപ്പാനൊക്കെ ആയിട്ട് ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. ഈ ദിവസങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. നമ്മുടെ സമർപ്പണ പ്രകാരമാണ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സ്തോത്രം നമ്മുടെ കാഴ്ചപ്പാടുകൾ പ്രകാരമാണ്. ഹല്ലേലൂയ പൂർണ്ണമായിട്ടും ഹല്ലേലൂയ നാം ദൈവഹിതത്തിന് കീഴ്പ്പെട്ടാണോ നാം ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ശോധന ചെയ്യാം. സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ള ദൈവത്തെയാണല്ലോ നാം ആരാധിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ ബാഹ്യമായതല്ല നമ്മുടെ ദൈവം. സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ഉള്ളങ്ങളെ തന്നെ അറിയുന്നു, നമ്മുടെ ഹൃദയങ്ങളുടെ അവസ്ഥ ദൈവം അറിയുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ഹൃദയം ഹല്ലേലൂയ കർത്താവിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ഈ ദിവസങ്ങളിൽ ഹൃദയങ്ങളെ കീറി ദൈവത്തോട് നമുക്ക് അടുക്കാം. വീണ്ടും തന്നെ അനുഗ്രഹിക്കാനായിട്ട് ഹല്ലേലൂയ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം തന്നോട് കൂടെ ഉണ്ടായിരിക്കാനായിട്ട്, തൻ്റെ ശുശ്രൂഷകളിലെ സ്തോത്രം ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളിലും സ്തോത്രം ഹല്ലേലൂയ ദൈവം തന്നെ സഹായിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സ്തോത്രം ശുശ്രൂഷ എന്ന സഭയെ ദൈവം അനുഗ്രഹിക്കാനായിട്ട് അവിടെയുള്ള ദൈവമക്കളെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ ദിവസങ്ങളാൽ അഭിഷേകത്താൽ ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം നിറപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനെ ഇത്രത്തോളം ദൈവം സഹായിച്ചുവല്ലോ. സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. തുടർന്നും ഹല്ലേലൂയ നാളെ നടക്കുന്ന സെഷനെ ദൈവം അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിൽ ബലപ്പെടുവാനായിട്ട് ഇന്ന് നാം കേട്ടതായ ദൈവശബ്ദം ഹല്ലേലൂയ അത് നാം ഇന്ന് ഭവനങ്ങൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അതിനെക്കുറിച്ച് ആഴമായി ചിന്തിച്ച് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പൂർണ്ണമായൊരു സമർപ്പണം ദൈവം മുമ്പാകെ ഹല്ലേലൂയ ആ ഒരു നിലവാരത്തിൽ സ്തോത്രം ഹല്ലേലൂയ ദൈവം നമ്മെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് ദൈവകരങ്ങളെ നമുക്ക് ഏൽപ്പിക്കാം. സ്തോത്രം ഹല്ലേലൂയ. ഇപ്പോൾ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ KM ജോർജ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടെ ആസനയിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആലയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കാൻ അവിടെ നിന്ന് സഹായിച്ചതിനാലെ സ്തോത്രം. നിന്റെ മാറ്റമില്ലാത്ത വളജനം ശക്തിയോടെ ഘോഷിപ്പാൻ ദാസനെ കരങ്ങളെടുത്തതിനാലെ സ്തോത്രം. ആലേലിയ പത്രോസ് യോഹന്നാൻ്റെ മകനായി ശീമോനായി യേശുവിൻ്റെ അടുക്കൽ വന്നു. ആലേലിയ ആലേലിയ 3.5 വർഷം കഴിഞ്ഞിട്ടും ആലേലിയ അവൻ പിന്നെയും യോഹന്നാൻ്റെ മകനായി ശീമോനായി തന്നെ ഇരുന്നു. ആലേലിയ യേശുവിൻ്റെ ആലേലി ശബ്ദത്തിന് മുൻപിൽ, ആലേലി 3ാമത്തെ ചോദ്യത്തിന് മുൻപിൽ അവൻ്റെ ഹൃദയം തകർന്നു. ആലേലിയ ഹൃദയ തകർച്ചയുണ്ടായി. അലേലിയ 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 വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറുവാൻ അലേലി ദൈവജനത്തിൽ പറഞ്ഞതുപോലെ ഹൃദയ തകർച്ച ഞങ്ങളുടെ ജീവിതത്തിൽ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അലേലിയ 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 ഹൃദയ തകർച്ച വന്നവൻ മാളിക മുറിയിൽ അലേലിയ കയറിയപ്പോൾ അലേലിയ ശീമോനായി കയറിയെങ്കിലും അലേലിയ ആത്മാവിൻ്റെ പകർച്ച വന്നു കഴിഞ്ഞപ്പോൾ അലേലിയ അവൻ കേഫാവായി തീർന്നതായി ഞങ്ങളെ കേൾപ്പിച്ചതിനാലെ സ്തോത്രം. അലേലിയ അലേൽ കർത്താവ് ചെയ്ത വാഗ്ദത്തം മാളിക മുറിയിൽ അവൻ പ്രാപിച്ചു. അലേലിയ അലേലിയ ആത്മാവിൻ്റെ ഒരു വലിയ പകർച്ച ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാകിയാലെ സ്തോത്രം, അത്യാവശ്യമാകിയാലെ സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മാവിൻ്റെ ഒരു വലിയ പകർച്ച ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അലേലിയ 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 ഭീരുവായിരുന്ന അലേലിയ അലേലി ശീമോൻ ആത്മാവിൻ്റെ പകർച്ച പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അലേലിയ അവൻ്റെ ധൈര്യം, യോഹന്നാൻ്റെയും അലേലി പത്രോസിൻ്റെയും ധൈര്യം കണ്ട് മഹാപുരോഹിതന്മാർ ആശ്ചര്യപ്പെട്ടു. അലേലിയ അലേലിയ പ്രാർത്ഥനയിൽ ഉറങ്ങുന്നതായ ശീമോൻ അലേലിയ ആത്മാവിൻ്റെ പകർച്ച പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അലേലിയ അവൻ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. അലേലിയ അലേലിയ കർത്താവിൻ്റെ ധീര സാക്ഷിയായി അലേലിയ അലേലിയ ആ രക്തസാക്ഷി മരണം വരിക്കുവാൻ തക്കവണ്ണം അലേലിയ ധീരനാക്കി, ധീര പോരാളിയാക്കി തീർത്ത പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേലെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത് ഒരു ആത്മ പകർച്ചയാകിയാൽ ഈ ഉപവാസത്തിൽ ആത്മാവിൻ്റെ ഒരു വലിയ പകർച്ച
എല്ലാവരുടെ മേലും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ഹല്ലേലൂയ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാൽ പാടി ദൈവത്തെ ആരാധിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ പാടുവാൻ, ആത്മാവിൽ സംസാരിപ്പാൻ, ആത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാലേ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സംബന്ധവും നാം ഓർത്തുവാർ ചില വിഷയങ്ങളോടും ഈ ഉപവാസത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമീൻ.